പിടുത്തം കിട്ടിയിട്ടുണ്ടാവില്ല. അതിനു മുന്നേ ആമുഖമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു ആർട്ടിക്കിൾ ഒന്ന് വായിച്ചു വെക്കുകയാണ്. അത് മറ്റാരുടെയുമല്ല, നമ്മുടെ ആരോഗ്യമന്ത്രി ഈ മാസത്തെ ആരോഗ്യ മാസികയിൽ, ഒരു പ്രമുഖ ആരോഗ്യ മാസികയിൽ എഴുതിയിട്ടുള്ള ആർട്ടിക്കിളാണ്, നമ്മുടെ പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ. എന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ് വരുന്നത്: ജീവിതശൈലി രോഗങ്ങൾ, തയ്യാറാകുന്നു സമഗ്ര വിവരങ്ങൾ. അപ്പൊ ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം ആമുഖമായിട്ട്. സംസ്ഥാനത്തെ 30 വയസ്സിന് മുകളിലുള്ള എല്ലാ വ്യക്തികളുടെയും ജീവിതശൈലി രോഗങ്ങളെ സംബന്ധിച്ചും അതിലേക്ക് നയിക്കുന്ന കാരണങ്ങളെക്കുറിച്ചും സമഗ്ര വിവരശേഖരണം നടത്തും. ആരോഗ്യ രംഗത്ത് കേരളം പുരോഗതി കൈവരിക്കുമ്പോഴും ജീവിതശൈലി രോഗങ്ങൾ ഒരു വലിയ ഭീഷണിയായി മാറുകയാണ്. ആധുനികവൽക്കരണത്തിന്റെയും നഗരവൽക്കരണത്തിന്റെയും ഫലമായി ജനങ്ങളുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റത്തിനനുസൃതമായി ജീവിതശൈലി രോഗങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഉയർന്ന ജീവിത നിലവാരവും വ്യായാമമില്ലായ്മയും പലപ്പോഴും ജീവിതശൈലി രോഗങ്ങളിലേക്ക് തള്ളിവിടുന്നു. അനാരോഗ്യകരമായ ഭക്ഷണ രീതി, ലഹരിയോടുള്ള ആസക്തി, ഉയർന്ന മാനസിക പിരിമുറുക്കം എന്നിവയും ജീവിതശൈലി രോഗങ്ങളിലേക്ക് നയിക്കുന്നു. ഇതെല്ലാം പ്രമേഹം, രക്താതിമർദ്ദം, അമിതവണ്ണം, ഹൃദ്രോഗം, വൃക്കരോഗം, പക്ഷാഘാതം, ക്യാൻസർ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമാകുകയും ചെയ്തിട്ടുണ്ട്. ഇവയെല്ലാം കൃത്യസമയത്ത് കണ്ടെത്തി ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ അവസ്ഥ പ്രതിരോധിക്കുന്നതിനും സംസ്ഥാനം ആരോഗ്യ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്തുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി അഥവാ അമൃതം ആരോഗ്യം നടപ്പിലാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ കുടുംബക്ഷേമ ഉപകേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും ജീവിതശൈലി രോഗ നിർണയ ക്ലിനിക്കുകൾ ഉണ്ടെങ്കിലും ജനസംഖ്യാധിഷ്ഠിതമായി ഓരോ പ്രദേശത്തും നിലവിലുള്ള ജീവിതശൈലി രോഗങ്ങളുടെ വ്യാപനത്തെ സംബന്ധിച്ച് ആരോഗ്യ വകുപ്പിൽ വ്യക്തമായ കണക്കുകൾ ഇല്ല. ഇതിന് കാരണം ജീവിതശൈലി രോഗനിർണയ ക്ലിനിക്കുകളിൽ എത്തുന്നവരുടെ വിവരങ്ങൾ മാത്രമാണ് ലഭ്യമായിരുന്നത്. അതുകൊണ്ട് പ്രാദേശികമായും സംസ്ഥാന തലത്തിലും നിലവിലുള്ള രോഗങ്ങളെക്കുറിച്ചും അതിലേക്ക് നയിക്കുന്ന കാരണങ്ങളെക്കുറിച്ചും സമഗ്രമായ കണക്ക് ഇന്ന് ലഭ്യമല്ല. ഈ ന്യൂനത പരിഹരിക്കുന്നതിനായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായ പോപ്പുലേഷൻ ബേസ്ഡ് സ്ക്രീനിംഗ് അഥവാ വാർഷിക ആരോഗ്യ പരിശോധന എന്ന പദ്ധതി ആരംഭിക്കുകയാണ്. ഈ പദ്ധതിയിലൂടെ 30 വയസ്സിന് മുകളിലുള്ള എല്ലാ വ്യക്തികളുടെയും ജീവിതശൈലി രോഗങ്ങളെ സംബന്ധിച്ചും അതിലേക്ക് നയിക്കുന്ന കാരണങ്ങളെക്കുറിച്ചുമുള്ള റിസ്ക് ഫാക്ടേഴ്സ് വിവരശേഖരണം നടത്തുന്നതിന് ആശാ പ്രവർത്തകരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിവരങ്ങൾ ഇ ഹെൽത്ത് തയ്യാറാക്കിയ ഒരു മൊബൈൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലാണ് ശേഖരിക്കപ്പെടുന്നത്. പ്രമേഹം, രക്താതിമർദ്ദം, ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങൾ, മറ്റ് ജീവിതശൈലി രോഗങ്ങൾ, ക്യാൻസറുകൾ എന്നിവയെ കുറിച്ചുള്ള വിവരശേഖരണമാണ് പ്രാഥമികമായി നടത്തുക. ഈ രോഗങ്ങളോടൊപ്പം ഇതിലേക്ക് നയിക്കുന്ന ജീവിതചര്യകളെ കുറിച്ചുള്ള വിവരങ്ങളും ശേഖരിക്കപ്പെടുന്നു. രേഖപ്പെടുത്തപ്പെടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തികളുടെ ആരോഗ്യ നിലവാരത്തെക്കുറിച്ച് ഒരു സ്കോറിംഗ് നടത്തുകയും സ്കോർ 4-ന് മുകളിലുള്ള വ്യക്തികളെ ജീവിതശൈലി രോഗ പരിശോധനയ്ക്ക് അടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് പോകാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ ആശാ പ്രവർത്തകയും അവരുടെ നിയന്ത്രണത്തിലുള്ള എല്ലാ വീടുകളിലും സന്ദർശിച്ച് ഡാറ്റ എൻട്രി നടത്തും. ആശാപ്രവർത്തകർ വിവരശേഖരണം നടത്തി കഴിയുമ്പോൾ ആ പ്രദേശത്തെ ആരോഗ്യ വിവരങ്ങൾ ആരോഗ്യ പ്രവർത്തകർക്ക് ലഭ്യമാക്കുന്നതാണ്. ഓരോ പഞ്ചായത്തിലെയും ആരോഗ്യ വിവരങ്ങൾ അവിടുത്തെ മെഡിക്കൽ ഓഫീസർക്ക് ലഭിക്കുന്നതോടൊപ്പം ജില്ലാതല വിവരങ്ങൾ ജില്ലാ നോഡൽ ഓഫീസർക്കും സംസ്ഥാനതല വിവരങ്ങൾ സംസ്ഥാന നോഡൽ ഓഫീസർക്കും അവരുടെ ഡാഷ്ബോർഡിൽ കാണാൻ സാധിക്കും. ഇതിലൂടെ പ്രാദേശികമായും സംസ്ഥാന തലത്തിലുമുള്ള ജീവിതശൈലി രോഗങ്ങളുടെ യഥാർത്ഥ കണക്ക് ലഭ്യമാക്കും. മികച്ച ചികിത്സ ഉറപ്പാക്കാനും ആരോഗ്യ പദ്ധതികളുടെ ആസൂത്രണത്തിനും ഏറെ സഹായകരമാകുന്നതാണിത്. കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും ജീവിതശൈലി രോഗങ്ങളെ കുറിച്ചുള്ള സമഗ്ര സർവേയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ജീവിതശൈലി രോഗങ്ങളുടെ വ്യാപനം കണ്ടെത്തുന്നതിനും ഈ രോഗങ്ങളെ കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ സൃഷ്ടിക്കുന്നതിനും രോഗം കണ്ടെത്തിയവർക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നതിനും ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച സമഗ്രമായ ജീവിതശൈലി രോഗ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് ഈ സർവേ നടത്തുന്നത്. പ്രമേഹം, രക്താതിമർദ്ദം, COPD തുടങ്ങിയ രോഗങ്ങളും ഓറൽ ക്യാൻസർ, സ്തനാർബുദം, സെർവിക്കൽ ക്യാൻസർ തുടങ്ങിയ ക്യാൻസറുകളുടെയും നിർണയമാണ് ഈ ക്യാമ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. ജീവിതശൈലിയിലേക്ക് നയിക്കുന്ന അപകട ഘടകങ്ങളായ അനാരോഗ്യകരമായ ഭക്ഷണ രീതി, വ്യായാമമില്ലായ്മ, പുകവലി, മദ്യം, ലഹരി തുടങ്ങിയവയോടുള്ള ആസക്തി, മാനസിക പിരിമുറുക്കം ഇവയെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ സൃഷ്ടിക്കുന്നതിന് അവരിൽ ഒരു പുതിയ ജീവിതചര്യ സൃഷ്ടിക്കുന്നതിനും ഇത് സഹായിക്കും. ഈ സർവേയിലൂടെ കണ്ടെത്തുന്ന എല്ലാ രോഗികൾക്കും മതിയായ ചികിത്സ ഉറപ്പുവരുത്തുന്നതാണ്. ഇതിലൂടെ ആരംഭത്തിലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്താനും അതിനനുസരിച്ച് ചികിത്സ നൽകാനും അവബോധത്തിലൂടെ ജീവിതശൈലി രോഗങ്ങൾ കുറച്ചു കൊണ്ടുവരാനും സാധിക്കും. ഇതാണ്
ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യ സൂചിക എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഇവിടെ അവതരിപ്പിച്ചത്. ഇത് ഞാൻ വായിച്ചത് വ്യക്തമായിട്ട് കേട്ടിരുന്നോ? ഹലോ, ആരെങ്കിലും ഒന്ന് പറയാമോ? ക്ലിയർ ആയിരുന്നോ? നന്നായിട്ട് കേട്ടു, നന്നായിട്ട് നല്ല ക്ലിയർ ആയിട്ട്. ഓക്കെ, ഫൈൻ. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ടാവും, ഇതാണ് നമ്മുടെ ആരോഗ്യ സാധ്യത എന്നുള്ളത്. സാർ, ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ? സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ? ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ചെയ്തോളൂ. ഓക്കെ, അപ്പോ ഞാൻ എൻ്റെ പ്രസന്റേഷനിലേക്ക് കടക്കുകയാണ് ഈ ആമുഖത്തോടു കൂടി. അപ്പോൾ ഹോളിസ്റ്റിക് ഹെൽത്ത് കെയർ അഥവാ അതിനെ ഒന്ന് മലയാളീകരിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അതിനെ സന്തുലിതമായ ആരോഗ്യം അഥവാ സമഗ്ര ആരോഗ്യം എന്നൊക്കെ നമുക്ക് വിളിക്കാം. സന്തുലിതമായ ആരോഗ്യം അഥവാ സമഗ്ര ആരോഗ്യം എന്നൊക്കെ നമുക്കതിനെ വിളിക്കാം. അപ്പോൾ നേരത്തെ വായിച്ച നമ്മുടെ ആരോഗ്യ ഇൻഡെക്സിൽ പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ 30 വയസ്സിന് മുകളിലുള്ളവരെല്ലാം ട്രാക്ക് ചെയ്യാൻ പോവാ, ഗവൺമെന്റ് ട്രാക്ക് ചെയ്യാൻ പോവാ. മൊബൈൽ ആപ്പ് വെച്ചിട്ട് ഓരോരുത്തർക്കും എന്തൊക്കെ ജീവിതശൈലി രോഗങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അത് എത്രത്തോളം ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ എൻ്റെ പ്രൊഫൈലാണ് ഇവിടെ കാണുന്നത്. ഞാൻ FTMP എന്ന രജിസ്ട്രേഷൻ എനിക്കുണ്ട്, ഫെഡറേഷൻ ട്രഡീഷണൽ മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞ രജിസ്ട്രേഷൻ എനിക്കുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ഹോളിസ്റ്റിക് ഹെൽത്ത്? അപ്പൊ എന്താണ് ഹോളിസ്റ്റിക് ഹെൽത്ത് എന്നുള്ളത്? സർ, ആർക്കെങ്കിലും ഒന്ന് പറയാമോ എന്താണ് ഹെൽത്ത്? ഈ ഹെൽത്ത് കൂടാതെ എന്താണ് ഈ ഹോളിസ്റ്റിക് ഹെൽത്ത്? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? സാറേ, ഞാൻ എന്റെ അറിവ് വെച്ച് പറയാം. ഫിസിക്കൽ, മെന്റൽ, എമോഷണൽ, സ്പിരിച്വൽ, ഇതെല്ലാം കൂടി ചേരുന്ന ഒരു ആരോഗ്യകരമായ അവസ്ഥ. കേട്ടോ സാറേ? കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞു സാറേ. നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, സ്പിരിച്വൽ ഹെൽത്ത്, എമോഷണൽ ഹെൽത്ത്, ഇതെല്ലാം കൂടി സമഗ്രമായ സമ്മേളിക്കുന്ന ഒരവസ്ഥയ്ക്കാണ് ഹോളിസ്റ്റിക് ഹെൽത്ത് എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു റീഡിംഗ് ആണ്. ഓക്കെ, സാർ പറഞ്ഞത് ഏറെക്കുറെ ശരിയാണ്. അപ്പം നമുക്കൊന്ന് നോക്കാം. ഹെൽത്ത് എന്നുള്ള കൺസെപ്റ്റ്, ആ ടെർമിനോളജി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ദ മിയർ ആബ്സെൻസ് ഓഫ് ഡിസീസ് ബട്ട് ദി കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ, സ്പിരിച്വൽ ആൻഡ് എക്കണോമിക്കൽ വെൽബീയിങ് ഓഫ് എ പേഴ്സൺ എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ പറയുമ്പോൾ ഹോളിസ്റ്റിക് ഹെൽത്ത് എന്നുള്ള ഒരു എലമെന്റ് കൂടെ എന്താണ്? അപ്പൊ ഹെൽത്ത് വെറും ഒരു ആരോഗ്യകരം, അസുഖമില്ലാത്ത അവസ്ഥ മാത്രമല്ല. സാറ് പറഞ്ഞതുപോലെ, ജോബി സാറ് പറഞ്ഞതുപോലെ ശാരീരിക, മാനസിക, ആധ്യാത്മിക മേഖല, സാമൂഹിക, ആധ്യാത്മിക, ആത്മീയ മേഖലകളിലുള്ള അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിലുള്ള ഒരു വ്യക്തിയുടെ ആകെ തുകയുള്ള ഒരു സൗഖ്യ അവസ്ഥ അല്ലെങ്കിൽ സ്വാസ്ഥ്യ അവസ്ഥയാണ് ഹെൽത്ത് എന്ന് ലോകാരോഗ്യ സംഘടന ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഹോളിസ്റ്റിക് ഹെൽത്ത് എന്ന് വരുമ്പോൾ രണ്ട് ഘടകം കൂടി, അതായത് താഴെ, ഹലോ ക്ലിയർ ആണോ? ഹലോ, ശരി ശരി, ഓക്കെ. അപ്പൊ ഹോളിസ്റ്റിക് ഹെൽത്ത് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഈ ഇമോഷണൽ ഹെൽത്തും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഹെൽത്തും, ശരിക്കും പറഞ്ഞാൽ ആ ഫിനാൻഷ്യൽ ഹെൽത്താണ് താഴെ വരേണ്ടത്. ഫിനാൻഷ്യൽ ഹെൽത്തും ഒരു എൻവയോൺമെന്റൽ ഹെൽത്തും കൂടി കണക്കിലെടുക്കുമ്പോൾ മാത്രമേ, അവന് ചുറ്റിലുമുള്ള ആവാസ വ്യവസ്ഥയെ കൂടി പരിഗണിക്കുമ്പോൾ മാത്രമാണ് റിയൽ ആയിട്ടുള്ള, സമഗ്രമായിട്ടുള്ള, സന്തുലിതമായിട്ടുള്ള ഒരു ആരോഗ്യം ഒരാൾക്ക് ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ കഴിയും. കേവലം ഒരു സാമൂഹികമായ ഒരു കൂട്ടുകെട്ട് ഉണ്ടായാൽ മാത്രം പോരാ, നമ്മുടെ ചുറ്റിനുമുള്ള പ്രകൃതി, അതിന്റെ ആവാസ വ്യവസ്ഥ, ആ നേച്ചറിനോട് അനുബന്ധിച്ച് നിൽക്കേണ്ടതായിട്ടുള്ള ഇത് കൂടി കണക്കിലെടുക്കുമ്പോൾ മാത്രമേ ഇന്ന് സ്വാഗത പ്രസംഗികൻ സൂചിപ്പിച്ചതുപോലെ ജൂൺ 5 പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. വേൾഡ് എൻവയോൺമെന്റൽ ഡേയിലാണ് നമ്മൾ ഇന്നുള്ളത്. അപ്പോൾ ആ പ്രകൃതിയെയും പരിസ്ഥിതിയെയും കൂടി പരിഗണിച്ചു കൊണ്ടുള്ള ഒരു ഹെൽത്തി ലൈഫ് ആണെന്ന് പറയുമ്പോഴാണ് ഹോളിസ്റ്റിക് ഹെൽത്ത് ആയിട്ട് മാറുക എന്നുള്ളത്, അല്ലെങ്കിൽ സന്തുലിതമായ ആരോഗ്യം അഥവാ സമഗ്രമായ ആരോഗ്യം എന്നുള്ളത്. നമുക്കറിയാം, ഗ്രേറ്റസ്റ്റ് വെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും വലിയ വെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? കുറെ സമ്പത്തും കുറെ സ്ഥാപന ജംഗമ വസ്തുക്കളും കാറും മറ്റും വീടും ഇതൊക്കെയാണോ സാറേ? അല്ല.
ഏറ്റവും വലിയ വെൽത്ത് എന്ന് പറയുന്നത് ഇതൊക്കെ ആസ്വദിക്കാനുള്ള ആരോഗ്യം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ കൈക്കലാക്കിയതിനു ശേഷം നമ്മുടെ ആരോഗ്യം എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ ഈ സമ്പത്ത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള അസറ്റ് കൊണ്ടോ നമുക്ക് ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ് നമ്മൾ അത് മനസ്സിലാക്കേണ്ടത്. അപ്പം ഏറ്റവും വലിയ വെൽത്ത് എന്നുള്ളത് ആരോഗ്യം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കണം. നേരത്തെ വായിച്ച നമ്മുടെ ആരോഗ്യമന്ത്രി ഭയാനകമായ ഒരു സൂചന കൂടി നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഹെൽത്ത് എത്രത്തോളം, നിങ്ങളുടെ ഹെൽത്തിന്റെ സ്കോർ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഓരോരുത്തരും നിങ്ങളുടെ ജീവിത ശൈലിയൊക്കെ നിങ്ങൾക്ക് നിരീക്ഷിക്കണം എന്നാണ് എനിക്കിപ്പോ പറയാനുള്ളത്. ഇവിടെ നോക്കൂ, ലൈഫ് ഇൻ ദ പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. മുന്നിൽ ഉണ്ടായിരുന്ന, നേരത്തെ ഉണ്ടായിരുന്ന ഒരു ജീവിതം എങ്ങനെയായിരുന്നു? നേരത്തെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു? ലിവിങ് ലോങ് ആയിരുന്നു, നല്ല സന്തോഷം. ഈ പറഞ്ഞ നേരത്തെ ഡെഫിനിഷനിൽ പറഞ്ഞ പോലെ നല്ല ഭക്ഷണം, നല്ല മാനസികാവസ്ഥ, നല്ല കുടുംബ വ്യവസ്ഥ, നല്ല കണക്ഷൻ, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാലം അവർ ജീവിച്ചിരുന്നു. ഡൈയിങ് ഷോർട്ട്, വളരെ മരിക്കുമ്പോൾ വളരെ പെട്ടെന്നാണ് അവർ മരിക്കുന്നത്. അങ്ങനെ അധികകാലം മരിക്കാൻ വേണ്ടി ബെഡ് റിഡൻ ആയിട്ട് കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. പക്ഷേ ടുഡേ, ഇന്നത്തെ അവസ്ഥ എന്താ? ലിവിങ് ഷോർട്ട് ആൻഡ് ഡൈയിങ് ലോങ്. അതായത് ഈ ജങ്ക് ഫുഡ് സംസ്കാരവും ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും മറ്റ് തിരക്ക് പിടിച്ച മാനസിക പിരിമുറുക്കവും കൊണ്ട് മനുഷ്യരുടെ ഏജ് ഉണ്ട്, ലൈഫ് ഉണ്ട്, പക്ഷേ ഹെൽത്തി ലൈഫ് ഇല്ല. അവിടെ ലിവിങ് ഷോർട്ട് ആണ്. പിന്നെ സപ്പോർട്ട് വിത്ത് മെഡിക്കേഷന്റെ സപ്പോർട്ടോട് കൂടി അവരിങ്ങനെ മരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കാണുന്നത്. ഇതിനി നാളെയാണെങ്കിലോ, ടുമോറോ, നാളത്തെ ഇപ്പോഴത്തെ ഈ സർവേ, നേരത്തെ നമ്മുടെ ആരോഗ്യമന്ത്രി നമ്മൾ സൂചിപ്പിച്ചതുപോലെ ലിവിങ് വെരി ഷോർട്ട്. ഈവൻ ഒരു ബേബി ബോൺ ആകുമ്പോൾ ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നത് 3 പൊള്യൂട്ടഡ് ബേബീസ് ആർ ബോൺ ഫ്രം ദ വൂം ഓഫ് ദ മദർ എന്നാണ്. അതായത് പൊള്യൂട്ടഡ് ആയിട്ട് കുട്ടി, നവജാത ശിശുക്കൾ പോലും നമ്മളുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ കൊണ്ടും നമ്മുടെ ഫുഡിങ് കൊണ്ടും നമ്മുടെ മെഡിക്കേഷൻസ് കൊണ്ടും പല മെഡിസിൻസ് കൺസ്യൂം ചെയ്യുന്നതിന്റെ എഫക്റ്റ് ജനിക്കാൻ പോകുന്ന കുട്ടികളിൽ പോലും ഉണ്ട് എന്നുള്ളതാണ് പുതിയ കണ്ടെത്തൽ. അപ്പൊ ഡൈയിങ് വെരി ലോങ്. അപ്പൊ കുട്ടികളിൽ തന്നെ ഇന്നിപ്പോ കേരളത്തിലെ കുട്ടികളിൽ പോലും പ്രമേഹവും പല ഡിസോർഡേഴ്സും, ഓട്ടിസം പോലെ പല ഡിസോർഡേഴ്സും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സിനാറിയോ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അപ്പം ഇതൊരു പിക്ചറാണ്, സിറ്റുവേഷൻ അനാലിസിസ്, സ്ഥിതി വിവര കണക്കാണ്. ഇന്നത്തെ ഒരു അവസ്ഥ ഇതാണ്, നാളത്തെ അവസ്ഥ എങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കാൻ പോവുക. അപ്പൊ എന്താണ് ഇതിനുള്ള പരിഹാരം? എവിടെയാണ് ഇതിന്റെ പാസ്റ്റർ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഏവർക്കും അറിയാം. ജേം തിയറി ലൂയി പാസ്റ്റർ പറഞ്ഞതിന് ശേഷമാണ് മോഡേൺ മെഡിസിൻ അലോപ്പതിക്ക് വികസിച്ചിട്ട് മെഡിസിൻസ് കണ്ടെത്താനും വാക്സിൻസ് കണ്ടെത്താനും ഒക്കെ ശ്രമിച്ചു. ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം വാക്സിൻസ് വന്നു. ഇതെല്ലാം നമ്മൾ ഒരു പരിധി വരെ നമ്മൾ കൺട്രോൾ ചെയ്തു. അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോഴും നമ്മൾ അതിന്റെ പിടിയിലാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ എഴുതാത്തത്. കോവിഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ വീണ്ടും അതിന്റെ പല വകഭേദങ്ങളിൽ ഒമിക്രോണും പല പുതിയ പേരുകളിൽ വൈറസുകൾ വീണ്ടും തിരിച്ച് ബാക്ടീരിയയെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഇപ്പോഴും ജീവിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇനി എന്താണ് ടോക്സിൻസ്, എങ്ങനെയാണ് ഇത് നമ്മുടെ സാറേ സൗണ്ടിന് നമ്മളിപ്പം സൗണ്ട് കുറവുണ്ടോ? ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ ശരിയായി. ഓക്കെ. അപ്പൊ ടോക്സിൻസ് ഫ്രം എൻവയോൺമെന്റ് എന്ന് വന്ന ടോക്സിൻസ് ഇപ്പൊ തന്നെ വൈറസ് അല്ലേ, നമ്മളിപ്പോ എത്ര ടൈറ്റ് സെക്യൂർ ആയിട്ട് ഇരുന്നാൽ പോലും വൈറസ് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആള് കോവിഡ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് ഇങ്ങനെ പോകുന്നു. അപ്പൊ ഇതൊരു അവസ്ഥയാണ് എയർ പൊല്യൂഷൻ. അപ്പം അതൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ എയർ പൊല്യൂഷൻ എന്നുള്ളത്. അത് ലങ് ക്യാൻസറിലേക്ക് നടത്തുന്നുണ്ട്. 10ൽ ഒരാള് ലങ് ക്യാൻസർ ആയിട്ട് മരണപ്പെടുന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. സിറ്റീസിൽ ലൈഫ് സ്പാൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എയർ പൊല്യൂഷൻ കാരണം. നമ്മുടെ ഇന്ത്യൻ തലസ്ഥാനം ഡൽഹി ഉൾപ്പെടെയുള്ള മെട്രോപൊളിറ്റൻ സിറ്റീസിലെ ലൈഫ് വളരെ ശ്രമകരമായ ഒരു ജീവിതമാണ് അവർ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ചിലപ്പോൾ നാളെ നമ്മൾ ഇന്ന് കുപ്പിയിൽ വെള്ളം വാങ്ങുന്നത് പോലെ ഓക്സിജൻ സിലിണ്ടർ അങ്ങനെ വാങ്ങുന്ന സമയത്ത് ഡൽഹി വാങ്ങി തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആ അവസ്ഥയിലാണ് എയർ പൊല്യൂഷൻസ് നമുക്ക് ഇവിടെ ഉള്ളത്. നമ്മുടെ നാട്ടിലും ഉണ്ട്, പക്ഷെ ഡൽഹിയെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എന്ത് പൊല്യൂഷനാ? വാട്ടർ പൊല്യൂഷൻ, ജലമലിനീകരണം. നമ്മുടെ കിണറുകൾ മലിനപ്പെടുന്നു, നമ്മുടെ തോടുകൾ മലിനപ്പെടുന്നു,
നമ്മുടെ നമ്മൾ ഒരു ശ്രദ്ധയും ഇല്ലാതെ നമ്മുടെ ഔട്ട്ലെറ്റുകൾ, വീടിന്റെ ഔട്ട്, കടകളുടെ ഔട്ട്, ഒരു നിരുത്തരവാദപരമായിട്ട് ഒരു റെസ്പോൺസിബിലിറ്റിയും കാണിക്കാതെ നമ്മൾ നമ്മുടെ ആവാസ വ്യവസ്ഥയെ മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് തിരിച്ച് നമ്മുടെ ഫുഡ് സൈക്കിളിലേക്ക് വരുന്നു എന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല. ഈ കടലിലും കായലിലും പോകുന്ന മത്സ്യം നമ്മൾ കഴിക്കുന്നവരാ. അപ്പൊ ഈ വേസ്റ്റ് പോയിട്ട് ഡംപായിട്ട് ആ വേസ്റ്റ് കഴിക്കുന്ന മത്സ്യമായിരിക്കും ചിലപ്പോൾ തിരിച്ച് നമ്മുടെ അടുക്കളയിൽ വരുന്നു എന്നുള്ള ചിന്ത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. പ്രത്യേകിച്ച് ഈ June 5 എന്ന വേൾഡ് എൻവയോൺമെന്റൽ ഡേ. പിന്നെ ഉള്ള ഒരു പ്രധാന ആക്രമണം നമ്മൾക്ക് ഉള്ളത് യൂസ് ഓഫ് പ്ലാസ്റ്റിക്സ് ആണ്. പ്ലാസ്റ്റിക്സിന്റെ ഡിസ്പോസലും അതിന്റെ വേസ്റ്റ് മാനേജ്മെന്റും വലിയൊരു വിഷയമായിട്ടിരിക്കുകയാണ്. നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ആണ് പ്ലാസ്റ്റിക് എന്നുള്ളത്. ഇപ്പോൾ ഗവൺമെന്റ് ഒക്കെ കുറെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായ ഒരു റീസൈക്കിൾ, റീയൂസ്, റീസൈക്കിൾ എന്നൊരു കൺസെപ്റ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തടത്തെല്ലാം ഇതിന്റെ ദുരന്തഫലം. ഒരു കാരണം പ്ലാസ്റ്റിക് കത്തിച്ച് കളയും. പ്ലാസ്റ്റിക് കത്തിച്ചുമ്പോൾ ഡ്യൂറാലിനും ഫോർമിനും പോലുള്ള ഗ്യാസുകൾ എയറിലേക്ക് വരും. ആ എയറിലേക്ക് ഇൻഹെയിൽ ചെയ്യുന്നവർക്ക് ക്യാൻസറസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് കണ്ടെത്തിയത്. അപ്പൊ ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് പൊല്യൂഷൻസ് ഒരു കാരണമായി വരുന്നുണ്ട് ഹെൽത്തിന്റെ ഡിറ്റീറിയേഷൻ. പിന്നെ നമ്മളുടെ കെമിക്കൽസിന്റെ യൂസേജ്, നമ്മുടെ ഫാസ്റ്റ് ഫുഡും കോളയും, നമ്മുടെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കേരളത്തിൽ തന്നെ ഇപ്പൊ ഷവർമ കഴിച്ചിട്ട് ഫുഡ് പോയ്സൺ, ഇന്നും ഫുഡ് പോയ്സൺ സ്കൂളുകളിൽ ഫുഡ് പോയ്സൺ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മലബാർ മേഖലയിലെ സ്കൂളുകളിൽ ഫുഡ് പോയ്സൺ, അംഗൻവാടി സ്കൂളുകളിൽ കൊടുക്കുന്ന ഫുഡിൽ, ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളിലുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡുകളിൽ വരെ പോയ്സണിങ്. അപ്പൊ ഇതൊരു പ്രശ്നമാണ്. പിന്നെ എക്സസ് യൂസ് ഓഫ് കെമിക്കൽസ്. നമ്മൾ ഫാം ഫീൽഡിൽ നിന്ന് വരുന്നത് പെസ്റ്റിസൈഡ്സ് അടിച്ചിട്ടും കീടനാശിനി അടിച്ച സംഗതിയാണ് നമ്മളിലേക്ക് വരുന്നെന്നുള്ളത് കൂടി കാണണം. ഓക്കെ, അപ്പൊ ഫുഡ് പോയ്സൺ ഇപ്പൊ കേരളത്തെ കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പത്രമാധ്യമങ്ങളിലൂടെ. അപ്പൊ ഇത് ഒരു വല്ലാത്ത ഒരു കാരണമാണ്. പിന്നെ ഒരു കാരണം നമ്മുടെ പൊല്യൂഷന് റേഡിയേഷൻ ആണ്. നമ്മുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് വേണ്ടി, കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടി നമ്മൾ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ 4G എത്തി നിൽക്കുന്നു, 5G കടക്കാൻ പോകുന്നു നമ്മൾ. അതിന്റെ ഒരു അലാമിംഗ് കോസ്, ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ് നൽകുന്നുണ്ട് ചുറ്റിനും. അപ്പൊ അത് എല്ലാ ജീവജാലങ്ങൾക്കും നൽകുന്നതോടൊപ്പം മനുഷ്യനും ഒരു വേള എക്സസീവ് യൂസ് ഓഫ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, മൊബൈൽ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് പല ഡിസോർഡേഴ്സ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് അവർ പറയുന്നത് ഒരു ബ്ലൂ റേഡിയേഷൻസ് വരുന്നു എന്നുള്ളതാണ്. സ്ക്രീൻ ടൈം കൂടി കഴിഞ്ഞാൽ കണ്ണിന് തന്നെ വിഷൻ പ്രോബ്ലം വരാം, കറ്ററാക്ട് വരാം, അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് നമ്മൾ കാണാൻ. ഇതിന് എന്താണ് പരിഹാരം? ഇതൊക്കെ താങ്ങാൻ നമുക്ക് ഒരു ഭൂമിയേ ഉള്ളൂ. ഭൂമിയെ നമ്മൾ തിരിച്ചറിയുക. 5 ഭൂമി ഇല്ല, അല്ലെങ്കിൽ 4 ഭൂമി ചെയ്യേണ്ട പണിയാണ് ഇപ്പൊ നമ്മൾ ഭൂമിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. താങ്ങാനാവാത്ത ഈ നേരത്തെ എണ്ണിപ്പറഞ്ഞ കാര്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രാവശ്യത്തെ പരിസ്ഥിതി ദിനത്തിന് ടാഗ് ലൈൻ തന്നെ only one earth എന്നുള്ളതാണ്. ഒറ്റ ഭൂമിയെ നമുക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഭൂമിയെ, നിങ്ങളുടെ എക്കോസിസ്റ്റത്തെ, നിങ്ങളുടെ ലൈഫ് എക്കോസിസ്റ്റത്തെ, നിങ്ങളുടെ ചുറ്റുപാടിനെ, ആവാസ വ്യവസ്ഥയെ പരിഗണിക്കണം. പ്രകൃതിയുമായി സസ്റ്റൈനബിൾ ആയിട്ട് ഇണങ്ങി ജീവിക്കണം എന്നാണ് പറയുന്നത്. അതാണ് ഇന്നത്തെ ഈ വർഷത്തെ മെസ്സേജ്. അപ്പൊ ഇത് നമ്മൾ തിരിച്ചറിവുണ്ടാവണം. ആദ്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ ഇത് ഉണ്ടാവണം. ഈ ഒരു ചിന്ത ഉണരണം. അവിടെ നിന്ന് തുടങ്ങണം. ഹോളിസ്റ്റിക് ഹെൽത്തിന്റെ സാധ്യത അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. ആവാസ വ്യവസ്ഥയെ നമ്മൾ വിമലീകരിച്ചുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞ മാലിന്യങ്ങളിൽ നിന്നെല്ലാം മാറി പരമാവധി ഹോംലി ഫുഡ് കഴിച്ച്, പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കുന്നതൊക്കെ പരമാവധി ഹോട്ടൽ ഫുഡ് കഴിക്കുന്നത് ഒഴിവാക്കി, കഴിയുന്നതും നമുക്ക് സ്വന്തമായിട്ട് കൃഷി ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. അവിടെ തന്നെ പല പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതിനുള്ള ഒരു സൊല്യൂഷൻസ് പറയുന്നത്, ഇപ്പോ ഒരു 10 കാര്യങ്ങൾ പറയുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ ആവാസ വ്യവസ്ഥയെ നിങ്ങൾക്ക് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. പരമാവധി എയർ പൊല്യൂഷൻ കുറയ്ക്കാൻ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് പോകാതെ നടന്നു പോകാൻ പറ്റിയ, അല്ലെങ്കിൽ സൈക്കിളിൽ പോകാൻ പറ്റുന്നിടത്തുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യൂ എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. എഡ്യൂക്കേഷൻ, ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിലൂടെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് പോലെ സർവ്വ മേഖലയിലും ഓരോരുത്തരും എഡ്യൂക്കേറ്റഡ് ആവണം എന്നുള്ളതാണ്. ഇതൊരു കൂട്ടായ പ്രവർത്തനം വേണം. സമൂഹം ഒന്നാകെ ഒറ്റക്കെട്ടായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ, ഒരു സിനർജി, ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സ് വർക്ക് ചെയ്താൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. അപ്പൊ സർവരും ഇതിലേക്ക് വരണം. കുട്ടികളായിക്കോട്ടെ, അധ്യാപകരായിക്കോട്ടെ, മറ്റു മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, എല്ലാവർക്കും ഈ ഒരു എഡ്യൂക്കേഷൻ ഉണ്ടാവണം. ഇങ്ങനെ ഇതിന്റെ ഇമ്പോർട്ടൻസ്, നാച്ചുറൽ റിസോഴ്സിന്റെ വാല്യൂ, അതിനെ സംരക്ഷിക്കേണ്ട വാല്യൂ ഉണ്ടാവണം. വോളണ്ടിയർ ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവണം. ഒരു ട്രീ പ്ലാന്റ് ചെയ്യാനൊക്കെ ഉള്ള വോളണ്ടിയർ
പ്ലാസ്റ്റിക്സിനെയൊക്കെ റെഡ്യൂസ് ചെയ്യുക, റീയൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക, അത് അങ്ങനെ തന്നെ പ്രോസസ് ചെയ്യാം. 3R എന്നാണ് പറയുക. റെഡ്യൂസ് ചെയ്യുക, കുറച്ചുകൊണ്ട് വരിക. ഒരു പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ വീണ്ടും അടുത്ത പ്രാവശ്യം പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ആ പ്ലാസ്റ്റിക് തന്നെ കൊണ്ടുപോയിട്ട് വീണ്ടും ആകുന്ന രീതിയിലേക്ക് ആക്കുക. നമ്മുടെ വീടുകളിൽ പ്ലാസ്റ്റിക് കൊണ്ടുകൂടാൻ അനുവദിക്കാതിരിക്കുക. വാട്ടറിനെ കൺസർവ് ചെയ്യുക. സസ്റ്റൈനബിൾ ആയിട്ടുള്ള സംഗതികൾ നോക്കുക. ഷോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ആവശ്യമുള്ളത് മാത്രം ഷോപ്പ് ചെയ്യുക. ബാഗ് നമ്മൾ സ്വന്തമായിട്ടൊരു വീട്ടിലെ തുണി ബാഗ് കൊണ്ടുപോയി ചെയ്യുക. പിന്നെ കെമിക്കൽ പരമാവധി വീട്ടിൽ നിന്ന് ഒഴിവാക്കുക. ഈവൻ സാനിറ്റൈസർ പോലും ഒരു വേള കെമിക്കലാണ്. അത് എക്സസീവ് യൂസേജിന് ആവശ്യത്തിന് മാത്രം കെമിക്കൽസ് വീട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു രീതി നമ്മൾ ഫോളോ ചെയ്യുക. പിന്നെ എനർജി എഫിഷ്യന്റ് ബൾബ്സ് ഒക്കെ ഇപ്പൊ നമ്മൾ റൂമില് ആളില്ലെങ്കിൽ ആ ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നമുക്ക് ഒരു ആവാസ വ്യവസ്ഥയായിട്ട് ഒരു ബന്ധം നമ്മൾ ഉണ്ടാക്കണം എന്നുള്ളതാണ്. അവിടെ നിന്ന് തുടങ്ങണം ശരിക്കും ഒരു ഹോളിസ്റ്റിക് ഹെൽത്ത് റിയൽ ആയിട്ട് നമ്മളിലേക്ക് വരണമെങ്കിൽ. അപ്പോഴാണ് അത് ശരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ ഈ നമ്മൾ നോക്കൂ, നമ്മുടെ ചുറ്റിനുമുള്ള ഓരോ അവസ്ഥകൾ ഇതൊക്കെയാണ്. ഇന്ത്യയിലെ 3ാമത്തെ കില്ലറാണ്, ലാർജസ്റ്റ് കില്ലറാണ് ക്യാൻസർ എന്നുള്ളത്. ഇപ്പൊ കേരളത്തില് അത് ഇപ്പൊ ഏകദേശം 30% കഴിഞ്ഞിരിക്കുകയാണ്. ഹയസ്റ്റ് റേറ്റ് വേൾഡിൽ തന്നെ ഒരു ഇൻഡെക്സ് എടുക്കുമ്പോൾ കേരളം ഒരു ഹൈ ഇൻഡെക്സ് കാണിക്കുന്നുണ്ട് ക്യാൻസറിൽ. അതൊരു അലാമിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ്. അത് നമ്മളത് ശ്രദ്ധിക്കണം. ഇതൊക്കെ തന്നെയാണ് കാരണം. അപ്പൊ അത് നമ്മൾ തിരിച്ചറിയണം ഇങ്ങനെ വരുന്നുള്ളത്. ഇനി നിങ്ങൾ IBS എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഇപ്പം വയർ കറക്റ്റ് അല്ലെങ്കിൽ ഡൈജഷൻ ഇഷ്യൂസ് ഇല്ലാത്ത ഒരാൾക്ക്, ഡൈജഷൻ ഇഷ്യൂസ് ഉള്ള ഒരാൾക്ക് ഒരു കാലത്ത് ഒരു റിയൽ ഹെൽത്ത് ഉണ്ടാകും. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, അതായത് എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചാല് ഉടൻ ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്ന ഒരു സിംറ്റംസ് കാണിക്കുന്ന ഒരു അസുഖത്തിനെയാണ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പൊ അതൊരു പ്രശ്നമാണ്. കോളൻ ക്യാൻസർ, അതായത് ലാർജ് ഇൻറ്റെസ്റ്റൈൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, നമ്മുടെ വൻകുടല് ക്യാൻസറസ് ആയിട്ട് മാറുന്നു, ടോക്സിക് കോളൻസ് ആയിട്ട് മാറുന്നു. നമ്മുടെ വൻകുടൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് കോൺസ്റ്റിപ്പേഷൻ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അത് പ്രോപ്പറായിട്ട് വേസ്റ്റ് പ്രോപ്പറായിട്ട് മോശം പോകാത്തുള്ള അവസ്ഥ, ഇതൊക്കെ വലിയ ഡൈജസ്റ്റീവ് ട്രാക്കിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ഭയങ്കര കൂടുതലാണ്. റിട്ടൻഷൻ, അക്കോമുലേഷൻ ഓഫ് ടോക്സിക് സബ്സ്റ്റൻസ് ഡൈജസ്റ്റീവ് ട്രാക്ക് ആർ ദ മെയിൻ റീസൺ ഓഫ് കോളൻ ക്യാൻസർ. അപ്പൊ അതൊരു സിനാറിയോ ആണ്. ഇനി ഇപ്പൊ ഇതൊക്കെ അതിന്റെ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. നമ്മൾക്ക് അപ്പറ്റൈറ്റ് ഉണ്ടാവില്ല, ഡിപ്രഷനിലേക്ക് നമ്മൾ എത്തിക്കും, നമുക്ക് ഉറക്കം ഉണ്ടാവില്ല, നമ്മളെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുത്തുന്നുണ്ട്, തലവേദന ക്രിയേറ്റ് ചെയ്യും. ഈ ഡൈജഷൻ കറക്റ്റ് അല്ലെങ്കിൽ ഒരു ഗട്ട് ബ്രെയിൻ ആക്സിസ് ഉണ്ടെന്നാണ് ഇപ്പം സയൻസ് പറയുന്നത്. ഗട്ട് കറക്റ്റ് ആണെങ്കിൽ ബ്രെയിൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. അങ്ങനെ ഒരു ഗട്ട് ബ്രെയിൻ ആക്സിസ് ഉണ്ട്. അപ്പൊ പ്രോപ്പർ ആണെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രോപ്പർ ആയിരിക്കണം. അപ്പൊ അതിൽ ശ്രദ്ധിക്കും. ഡയബറ്റീസ് ആണ് മറ്റൊരു സിനാറിയോ. 1 out of 7 in India is ഡയബറ്റിക് എന്നുള്ളതാണ് കണ്ടെത്തൽ. 7ൽ ഒരാൾക്ക് ഡയബറ്റിക് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോ ഇന്ത്യ ഡയബറ്റീസിന്റെ വേൾഡിലെ ഡയബറ്റിക് ക്യാപിറ്റലായിട്ടും അതിൽ തന്നെ കേരളം കൂടുതൽ കയറി പോകുന്നു. ഇനി 2030 ആവുകയാണെങ്കിൽ ഡയബറ്റിക്സ് പേഷ്യൻസിന്റെ ഒരു നമ്പർ എന്ന് പറയുന്നത് 80 മില്യൺ ആവുമെന്നാണ് WHO ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഡയബറ്റീസിന്റെ ഒരു സിനാറിയോ. അപ്പൊ ഇത്രയും ഒരു വിഷയം ഡയബറ്റിക്സ് ആയിട്ട് ആൾക്കാർ ചുറ്റിനും. അതൊരു വൺ ഓഫ് ദി ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ക്യാൻസർ പോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഡിസീസാണ് ഈ ഡയബറ്റീസ് എന്നുള്ളത്. അതിന്റെ കാരണം എന്താണ്? സൈലന്റ് കില്ലർ ആണ്. എന്താണ് ഇതിന്റെ ഒരു പ്രധാന കാരണം? ഇറ്റ്സ് എ മെറ്റബോളിക് ഡിസോർഡർ ആണ്. നമ്മുടെ ശരീരത്തിന് ഒരു ഹോമിയോസ്റ്റാസിസ് ഉണ്ടാവണം, ഈ സന്തുലിതമായ പ്രവർത്തനം നടക്കണം, കൃത്യമായ എൻസൈമുകൾ പ്രൊഡ്യൂസ് ചെയ്യണം, ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യണം, ഇതിനെ ഷുഗറിനെ പ്രോപ്പറായിട്ട് പ്രോസസ് ചെയ്ത് കൺവേർട്ട് ചെയ്യണം, പാൻക്രിയാസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം. ആ പാൻക്രിയാസിന്റെ ഫംഗ്ഷൻ ഡിസോർഡർ ആകുമ്പോഴാണ് ഡയബറ്റിക് ആയിട്ട് പേഷ്യന്റ് മാറുന്നത്. അപ്പൊ എല്ലാവരുടെയും പാൻക്രിയാസ് അടിച്ചുപോയ അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത്. ഇപ്പൊ നേരത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ സർവ്വ മനുഷ്യരുടെയും പാൻക്രിയാസ് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ അതൊരു വലിയ വിഷയമായിട്ട് പോകുന്നുണ്ട്. ഡയബറ്റീസിൽ നിന്ന് പിന്നെ കൊറോണറി ഹാർട്ട് ഡിസീസിലേക്ക്, അതിന്റെ അഡ്വേഴ്സ് എഫക്ട്, പിന്നെ ലിവർ ഡിസീസിലേക്കൊക്കെയാണ് പിന്നെ അത് പോകുന്നത്. ഇപ്പൊ ആൾക്കാർ ഇൻസുലിൻ യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. പിന്നെ കാർഡിയോ വാസ്കുലർ ഡിസീസ്. അപ്പൊ അതും ഹാർട്ട് അറ്റാക്കിലേക്ക് കേരളവും നല്ലൊരു പെർസെന്റേജ് കാണിക്കുന്നുണ്ട്. 48% ആണ് ഇതിപ്പോ കാണിക്കുന്നത്. അപ്പം അതും ഹാർട്ട് ഡിസീസും കൂടി വരുന്നുണ്ട്. അപ്പൊ അതും ഒരു സിനാറിയോ ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട സിനാറിയോ ഒബിസിറ്റി എന്നൊരു വിഷയം എല്ലാവരിലും കണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒബിസിറ്റി, ഇപ്പൊ ഞാൻ ഒബീസ് ആണോ, നിങ്ങൾ ഒരാൾ ഒബീസ് ആണോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ അസസ് ചെയ്യാൻ പറ്റുക? ഇപ്പൊ കണ്ടില്ലേ, 50% ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ വിൽ ബി അണ്ടർ 10 കൊല്ലം കൊണ്ട് 50 പകുതി ഇന്ത്യൻ പോപ്പുലേഷൻ ഒബിസിറ്റി കാറ്റഗറി കയറി വരുമെന്നാണ് ഈ കണക്ക് പറയുന്നത്. അപ്പം ഇത് എങ്ങനെയാ മനസ്സിലാക്കുക? ഇത് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പ വഴി,
നിങ്ങൾ BMI ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ കണക്കാക്കുക. അതിനൊരു റേഞ്ച് ഉണ്ട്. ഈ റേഞ്ചിനകത്താണെങ്കിൽ ഓക്കെ, ഇത് കറക്റ്റ് ആണ്, എന്റെ ബോഡി വെയിറ്റും മാസ് ഇൻഡെക്സ് കറക്റ്റ്. അത് എക്സസ് ആണെങ്കിൽ ഒബീസ് ആയ കണ്ടീഷനാണ്. അത് താഴേക്കും പോകാൻ പാടില്ല, മുകളിലേക്ക് പോകും. അറിയാമോ ആർക്കെങ്കിലും? നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ് ആരെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ പറയാമോ? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യാമോ? BMI ബോഡി മാസ് ഇൻഡെക്സ് അറിയുന്നവരൊന്ന് പറയാമോ? സ്വന്തം ബോഡി മാസ് ഇൻഡെക്സ് അറിയുന്നവർ ആരെങ്കിലും ഒന്ന് പറയാമോ? 28. ആരാണ് പറഞ്ഞത്? ഞാനാണ് സാർ. സാറ് എങ്ങനെയാ കാൽക്കുലേഷൻ എങ്ങനെയാ ചെയ്തിരിക്കുന്നത്? അത് നമ്മളെ ഒരാൾ ചെയ്തു തന്നോ? ചെയ്ത് സാറിന് 28 ആണ്. അപ്പൊ സാറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വയറിന്റെ ചുറ്റളവ് എടുക്കുക, നമ്മുടെ ഹൈറ്റ് എടുക്കുക, അത് തമ്മിലുള്ള റേഷ്യോ ആണെന്നാണ് ഞാൻ ധരിക്കുന്നത്. അല്ല സാറേ, അല്ല, വയറിന്റെ ചുറ്റളവല്ല എടുക്കേണ്ടത്. അപ്പൊ സാറിന്റെ സാബു സാർ പറഞ്ഞ വാല്യൂ വെച്ച് ഞാനൊന്ന് പറയാം. 28 റേഞ്ച് ക്രോസ് ആയി നിൽക്കുകയാണ്. ശരിക്കും ഐഡിയൽ ആയിട്ടുള്ള ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 18.5 അപ് ടു 24.5. 18.5 അപ് ടു 24.5, അതായത് 25 വരെ ആകാം. അതിനോട്ട് മുകളിലോട്ട് പോയാൽ ഒബീസ് എന്നല്ല. ഇപ്പൊ സാറിന്റെ ഓക്കെയാണ്. 30 അബോവ് അല്ലെങ്കിൽ 32, 33 ഒക്കെ ഒബീസ് കണ്ടീഷൻ എന്ന് പറയും. ഒബിസിറ്റി 35 ഒക്കെ വാല്യൂ ഉള്ള ആൾക്ക് ഒബീസ് ആണ്. ഈ ഫോട്ടോയില് മിഡിൽ ഇരിക്കുന്ന ആളുടെ ചിലപ്പോൾ BMI വാല്യൂ നോക്കുകയാണെങ്കിൽ 40 ഉണ്ടാവും, അല്ലെങ്കിൽ 38, 40 കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അത് ഒബീസിറ്റി കണ്ടീഷൻ ആണ്. അപ്പൊ 25 ആണ് ഐഡിയൽ വാല്യൂ. 20ക്കും 25നും ഇടയ്ക്ക് നിൽക്കണം എന്ന് എല്ലാവരും ഓർക്കുക. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ വെയിറ്റും ഹൈറ്റും ആണ് എടുക്കേണ്ടത്. വെയിറ്റ് ആൻഡ് ഹൈറ്റ്. വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. ഹൈറ്റിനെ മീറ്ററിൽ എടുത്തിട്ട് സ്ക്വയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 18.5ക്കും 24.5ക്കും അകത്താണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ഐഡിയൽ BMI വാല്യൂ. നോ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ അത് കുറച്ച് കൊണ്ടുവരാൻ, വെയിറ്റ് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനേ കഴിയൂ. നമുക്ക് ഹൈറ്റിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഹൈറ്റ് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കുള്ളൂ. വെയിറ്റിന് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ, അത് എങ്ങനെയാണെന്ന് വെച്ചാൽ വാല്യൂ അനുസരിച്ച് നമ്മൾ ചെയ്യും. അപ്പൊ ഒബിസിറ്റി ഒരു പ്രശ്നം, ഒരുപാട് പ്രശ്നത്തിന്റെ ഒരു ഗേറ്റ് വേ ആയിട്ടാണ്, ഒരുപാട് അസുഖത്തിന്റെ ഗേറ്റ് വേ ആയിട്ടാണ് വീണ്ടും സൗണ്ടിങ് ഹേർട്ട് ഡിസീസ് 24 കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ സാറേ? ഇപ്പൊ കേൾക്കുന്നുണ്ട് സാർ. അപ്പം ഈ കണക്ക് പറയുന്നത് പെർസെന്റേജ് ഓഫ് ഓവർ വെയിറ്റ് ഇൻ ഇന്ത്യയില് 2020-30 കൊല്ലം 95-ൽ 9% ആയിരുന്നെങ്കിൽ, 995-ൽ 9% ആയിരുന്നെങ്കിൽ, അത് 2025 ആകുമ്പോൾ അതിന്റെ ഒരു 2.5 ടൈംസ് 2.5% മുകളിലോട്ട് കയറി 24% ആകാൻ സാധ്യത. ഒരു അലാർമിംഗ് സിറ്റുവേഷൻ ആണ്. ഇതിന്റെ പ്രശ്നം ഈ ഒബിസിറ്റി ഇപ്പൊ ലേഡീസിനൊക്കെ PCOS, PCOD പോലുള്ള പ്രശ്നങ്ങൾ, പോളിസിസ്റ്റിക് ഒവേറി സിൻഡ്രോം ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഹൈപ്പർ ടെൻഷൻ, ലിവർ, ഇറ്റ്സ് എ മദർ ഓഫ് ഓൾ ഡിസീസ് ആണ്. അപ്പൊ അത് കൺട്രോൾ ചെയ്യേണ്ടത് ഇന്നത്തെ ഒരു ജീവിതശൈലി പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു വില്ലനാണ് ഈ ഒബിസിറ്റി എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. ഇനി അടുത്തൊരു കാര്യം ഹൈപ്പർ ടെൻഷൻ ആണ്. കുട്ടികളിൽ തന്നെ ഇപ്പം 35% സ്കൂൾ ചിൽഡ്രനിൽ ഹൈപ്പർ ടെൻഷൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതില് നഗരമേഖലയിൽ 25 മുതൽ 30% വരെയും, ഗ്രാമപ്രദേശങ്ങളിൽ 10 മുതൽ 15% വരെയും ഹൈപ്പർ ടെൻഷൻ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കുകൾ പറയുന്നത്. അപ്പൊ അത് കുട്ടികളിൽ തന്നെ കൂടുന്നു. അവരുടെ പാരന്റ്സ് കൊടുക്കുന്ന സ്ട്രെസ്സും റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടും പഠനവുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ഒരു സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഉള്ളത് ആർത്രൈറ്റിസ്. ഈ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് എല്ലുകളുടെ ബോൺസിന്റെ ഹെൽത്ത് ആണ് കാണിക്കുന്നത്. ഇതിലൊരു കണക്ക് പറയുന്നത് എൻറ്റയർ യൂറോപ്പ് ആൻഡ് നോർത്ത് അമേരിക്ക കമ്പൈൻ ചെയ്തെടുത്താൽ അവിടെയുള്ള പേഷ്യൻസിനേക്കാളും കൂടുതൽ ആൾക്കാർ ഈ ആർത്രൈറ്റിസിൽ ഇന്ത്യക്കാര് സഫർ ചെയ്യുന്നു എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. ഒരു സിനാറിയോ ആണത്. അതിൽ എന്തൊക്കെ വരാം അതിനകത്ത്? എങ്ങനെയൊക്കെയാണ് വരിക? ശരിക്കും ജോയിന്റ്സിനുള്ള പ്രശ്നങ്ങൾ, മടക്കാൻ കഴിയാതെ വരിക, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അത് പിന്നെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഗൗട്ടിലേക്ക് എത്തുക, പല ഫോംസ് എല്ലാം ഉണ്ട്. ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറിയിലേക്കാണ് ചെന്ന് എത്തുന്നത്. പിന്നെ ജീവിതകാലം മൊത്തവും ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ എന്നിട്ട് നടക്കാം, ഇല്ലെങ്കിൽ അത് അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് അനുഭവിച്ച് തന്നെ തീർക്കേണ്ടി വരും. അങ്ങനെയാണ് ഈ ആർത്രൈറ്റിസ്. ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് കൃത്യമായ കാൽഷ്യം,
പ്രോപ്പർ ആയിട്ട് ബോൺസ് അബ്സോർബ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വിഷയം. അപ്പൊ കാൽഷ്യം ന്യൂട്രിയന്റ്, മാക്രോ ന്യൂട്രിയന്റ് കാൽഷ്യം ആ ബോഡിക്ക് കിട്ടാതെ വരുമ്പോഴാണ് എല്ലുകൾ പൊടിയാനുള്ള ടെൻഡൻസി കാണിക്കും. ഈ പിക്ചറിൽ ഇടത് കാണുന്നില്ലേ, കണ്ണ് വീഴും, എല്ലുകൾക്ക് കണ്ണുകൾ വീഴും, പോഴ്സ് ഉണ്ടാവും. പോഴ്സ് ക്രിയേറ്റ് ചെയ്ത് ഓസ്റ്റിയോപൊറോസിസ്, പെട്ടെന്ന് ഒന്നും മറിഞ്ഞ് ടോയ്ലറ്റിലാണ് വീണ് കഴിഞ്ഞാൽ അപ്പ ഒടിയില്ല. അപ്പൊ അങ്ങനെ അത് നല്ല കരുത്തുള്ളവരാണെങ്കിൽ വീണാലൊന്നും എല്ലാം ഒടിയത്തില്ല. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഫ്രാക്ചർ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാൽസ്യം, ഈ നമ്മുടെ ബോൺസിന് ഒന്നുകിൽ വ്യായാമമില്ലായ്മ അല്ലെങ്കിൽ കാൽസ്യമിന്റെ കുറവ്, അത് ഒരു അലാമിംഗ് സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. 3 മില്യൺ ബൈ 2025 3 മില്യണിലേക്ക് ഇൻക്രീസ് ചെയ്യും എന്നുള്ള 50% അധികം കയറി വരാനുള്ള സാധ്യതയാണ് എക്സ്പെക്ടേഷൻ കാണിക്കുന്നത്. അപ്പൊ അതും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് കറക്റ്റ് ചെയ്ത് ശ്രദ്ധിച്ച് തുടങ്ങണം. ശ്രദ്ധിച്ചിട്ടില്ലാത്തവർ ഇന്ന് തുടങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാൽസ്യം ഞാൻ പറഞ്ഞ പോലെ ഇറ്റ്സ് എ വൈറ്റൽ മിനറൽ വിച്ച് ഹെൽപ്സ് ബിൽഡിംഗ് ഓഫ് എ ന്യൂ ബോൺ ആൻഡ് ഈസ് നോട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ അവർ ബോഡി. അപ്പൊ ബോഡി അത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഉള്ള കാൽസ്യം കൊടുക്കുന്ന സാധനത്തിനെ ബോഡിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. ഇത് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം, നമ്മുടെ ഫുഡിലൂടെ പോകണം കാൽസ്യം. അങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സപ്ലിമെന്റ്സ് എങ്കിലും എടുത്ത്, ഡയറ്ററി സപ്ലിമെന്റ് എങ്കിലും എടുത്ത് കാൽസ്യം ഡെഫിഷ്യൻസി നമ്മളത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് ജനറ്റിക് ഡിസോർഡർ വരാം, ഹോർമോണൽ ഫാക്ടർ കറക്റ്റ് ചെയ്യുക, അതിനകത്ത് ഒരു ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട്. പുവർ ഡയറ്റ് ഒരു ഫാക്ടറാണ്. അതാണ് ഇറ്റ്സ് എക്സെട്രാ ലീഡ് ടു പുവർ ഹെൽത്ത് ഓഫ് ബോൺ. ഇത്രയും പ്രശ്നങ്ങളാണ്, എക്സസൈസ് ഇല്ലായ്മ, സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഇതൊക്കെയാണ് ഈ ഓസ്റ്റിയോപൊറോസിസ്, ആർത്രൈറ്റിസ് കണ്ടീഷനിലേക്കൊക്കെ ഒരാളെ എത്തിക്കുന്നത്. അപ്പൊ അതും ശ്രദ്ധിക്കുക. പിന്നെ ഏർലി പുബർട്ടി ഒരു ഇഷ്യൂ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അത് ഇപ്പം ലേഡീസിനൊക്കെ ടീനേജേഴ്സിലൊക്കെ ഒരുപാട് വിഷയങ്ങളാണ് ഉള്ളത്. ഇൻഫെർട്ടിലിറ്റി കൂടി വരുന്നുണ്ട്, ഏർലി പുബർട്ടി വരുന്നു, ഏർലി മെനോപാസ്, വിരാമം നേരത്തെ സംഭവിക്കുന്നുണ്ട്. ഒരു 20 വയസ്സിൽ മെനോപാസ് സംഭവിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ. അപ്പൊ ഇതൊക്കെ അലാമിംഗ് സിറ്റുവേഷൻ ആണ്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്ന തരത്തിലേക്കുള്ള ലൈഫ് സ്റ്റൈലുകൾ നമ്മുടെ രാജ്യത്ത് കണ്ടെത്തിയിട്ടുണ്ട്, നമ്മുടെ ചുറ്റിനും തന്നെ. അത് നമ്മുടെ കേരളത്തിലും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നേരത്തെ ഞാൻ വായിച്ചിരുന്ന പോലെ. അപ്പൊ ഇത്രയാണ് ടോട്ടൽ നമ്മുടെ വില്ലന്മാര്, നമ്മളെ തുറച്ചു നോക്കുന്ന വില്ലന്മാരെ ഒറ്റ എഴുതിയിരിക്കുക. ഇതെല്ലാം നമ്മളെ ക്രോണിക്കിലേക്ക് എത്തിക്കും. അക്യൂട്ടായിട്ട് തുടങ്ങും, പെട്ടെന്നൊരു സിംറ്റംസ് കാണിച്ച് തുടങ്ങും, അത് നിങ്ങൾക്ക് ക്രോണിക്കിലേക്ക് എത്തിച്ച് ഈ കോലത്തിലേക്ക് എത്തി. ഇതില്ലാത്ത ആരെങ്കിലും ചിലപ്പോൾ ഉണ്ടാവില്ല. ഈ എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഇത് ഏതെങ്കിലുമൊക്കെ ഒന്നുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതെങ്കിലും ചെറിയ രൂപത്തിലോ വലിയ രൂപത്തിലോ ഏജിങ് കുറഞ്ഞും ഒക്കെ ഇരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതൊരു വിഷയമാണ്. സ്കിൻ ഡിസീസ് ആയിക്കോട്ടെ, പൈൽസ് ആയിക്കോട്ടെ, ആസ്മ, പാരാലിസിസ്, ബ്രെയിൻ ഹെമറേജ്, ലിവർ ഫെയിലർ, ഇതിന്റെയൊക്കെ സ്റ്റേജ് ഡിഫറെന്റ് ആയിരിക്കും പലവർക്കും. ചിലപ്പോൾ ക്രോണിക് ആകുമ്പോൾ മാത്രമാണ് അത് നമ്മൾ ബെഡ് റിഡൻ ആവുന്ന അവസ്ഥയിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ കാരണം, എന്താണ്, എവിടെയാണ് അതിന്റെ എവിടെ നിന്നാണ് തുടങ്ങണേ പ്രശ്നം? അവിടെ പ്രധാന വില്ലൻ ഓക്സിഡേഷൻ ആണ്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഓക്സിഡേഷൻ പ്രോസസ് ആണ് ഈ ഒരു സിനാറിയിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. എന്താണ് ഓക്സിഡേഷൻ എന്ന് ആർക്കെങ്കിലും പറയാമോ? എന്താണ് ഫ്രീ റാഡിക്കൽസ് എന്ന് ആർക്കെങ്കിലും അറിയാമോ? ഫ്രീ റാഡിക്കൽസ് എന്താണ്? വാട്ട് ഈസ് ഇറ്റ് ആൻഡ് ഹൗ ഡസ് ഇറ്റ് വർക്ക്? ഓക്സിഡേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ചില പ്രശ്നങ്ങളാണ്. അതെന്താണ് സാർ പ്രോസസ്? എന്താണ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ? ശരീരത്തിൽ എന്താ സംഭവിക്കുന്നത്? ഫ്രീ ഓക്സിഡൻ ഫോം ചെയ്യുമ്പോൾ നമ്മുടെ സെല്ലിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കോശങ്ങളിൽ നിന്ന് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് നമുക്ക് ഡെഫിഷ്യൻസി ഉണ്ടായി അത് രോഗമായിട്ട് മാറും. ഓക്കെ, കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതി ഞാൻ പറയാം. ഒരു ആപ്പിൾ നമ്മൾ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം എന്ത് സംഭവിക്കും സാർ? ആർക്കെങ്കിലും പറയാമോ? ഒരു ആപ്പിൾ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തു, ഓവർ എ പീരീഡ് ഓഫ് അത് ഫെയ്ഡ് ചെയ്ത് തുടങ്ങും അല്ലേ? കളർ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു എന്താ പറയാ, യെല്ലോയിഷ് അല്ല, ഒരു റെഡിഷ് യെല്ലോ. എക്സാക്ട്ലി, ദാറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ഓക്സിഡേഷൻ. അത് അറ്റ്മോസ്ഫിയറായി ഉണ്ടാകുന്ന ഒരു പ്രോസസ്സിലൂടെ അത് ഓക്സിഡേഷൻ സംഭവിച്ചിട്ട് തുരുമ്പിക്കുന്ന അവസ്ഥ. ഇനി ഒരു ഇരുമ്പ് കുറെ കാലം നമ്മൾ നനഞ്ഞോ അല്ലെങ്കിൽ എയർ എക്സ്പോസ്ഡ് ആയിട്ട് വെക്കുകയാണെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ ദ്രവിച്ചു തുടങ്ങും അല്ലെ, തുരുമ്പിക്കാൻ തുടങ്ങും, റസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ദാറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ഓക്സിഡേഷൻ. ഇതേപോലെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് നമ്മുടെ ഓക്സിജന്റെ, നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓക്സിജന്റെ ബോണ്ടിങ്, O2 എന്ന് പറയുന്ന ഓക്സിജൻ, അതിന്റെ ബ്രൈറ്റർ സൈഡും ഉണ്ട്, ഒരു ഡാർക്കർ സൈഡും ഉണ്ട്. ബ്രൈറ്റർ സൈഡ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ആണ് ബേസിസ് ഓഫ് ലൈഫ് അല്ലെ, ജീവവായു എന്ന് പറയുന്ന സാധനം. അതിന് നമുക്ക് വില്ലൻ ആവുന്നത് അതിന്റെ
സ്ട്രക്ചർ, ബോണ്ടിങ് സ്ട്രക്ചർ, ഒരു ഇലക്ട്രോൺ അങ്ങ് പുറത്തേക്ക് പോകും. O2 നിന്ന് ഒരു ഇലക്ട്രോൺ അങ്ങ് വെളിയിൽ ചാടിക്കഴിഞ്ഞാൽ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യും. ആ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവൻ മറ്റുള്ള ഹെൽത്തി സെല്ലിനെ പോലും ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന രീതിയിൽ മൊത്തം പ്രശ്നം ഉണ്ടാക്കും. തുരുമ്പിച്ച് കാരണം ഇങ്ങനെ മറ്റിടത്തെല്ലാം പോയി പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ ഈ ഓക്സിഡേഷൻസ് ശരീരത്തിൽ നടക്കുന്നുണ്ട്, നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിലുണ്ട്. ആന്റി ഓക്സിഡൻസ് ഉള്ള ഫുഡുകൾ കഴിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പരിഹാരം. ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പരിഹാരം. പപ്പായ ഒരു നല്ലൊരു ഓപ്ഷനാണ്. മഞ്ഞൾ ബെസ്റ്റ് ആന്റി ഓക്സിഡന്റ് ആണ്, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. മഞ്ഞളിനകത്തിരിക്കുന്ന കുർക്കുമിൻ എന്ന് പറയുന്ന സാധനം ബെസ്റ്റ് ആന്റി ഓക്സിഡന്റ് ആണ്. ഇപ്പൊ സയൻസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇപ്പം ഈവൻ ക്യാൻസർ ട്രീറ്റ്മെന്റിൽ പോലും കുർക്കുമിൻ വേഫർ ട്രീറ്റ്മെന്റ് സൈഡിൽ തന്നെ ഉപയോഗിച്ചതായിട്ട് സുരചിത്ര തിരുനാൾ സിറ്റി തിരുവനന്തപുരം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് ആന്റി ഓക്സിഡന്റ് ശരീരത്തിൽ പോയില്ലെങ്കിൽ ഫ്രീ റാഡിക്കൽ ക്രിയേറ്റ് ചെയ്യും, നമ്മുടെ സെല്ലിനെ എല്ലാം നശിപ്പിച്ചിട്ട് ഓക്സിഡേഷൻസ് ഉണ്ടാക്കി മൊത്തം കൊളവാക്കും. നമ്മുടെ ആന്റി ഏജിങ് ക്രിയേറ്റ് ചെയ്യും, പെട്ടെന്ന് ശരീരം ചുളുങ്ങി പോവുക, പെട്ടെന്ന് വയസ്സായി പോവുക, അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളിലേക്ക്, സ്കിൻ ഡിസീസ്, പല പല പ്രശ്നങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഫ്രീ റാഡിക്കൽ. ഞാൻ ആ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ രണ്ടാമത്തെ പിക്ചറിന് ഒരു ഇലക്ട്രോൺ അങ്ങ് തെറിച്ചു പോകും, പുറത്ത് ചാടും. ലോസ് ഓഫ് ഇലക്ട്രോൺ ലീഡ്സ് ടു ഫ്രീ റാഡിക്കൽ. നോർമൽ ഓക്സിജൻ ആറ്റം സ്ട്രക്ചറിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പുറത്ത് ചാടി കഴിഞ്ഞാൽ ഫ്രീ റാഡിക്കൽ ആയി. അത് പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്ന റെഡ് എൻറ്റിറ്റിയാണ്. അവൻ ചവിട്ടി മറ്റേ യെല്ലോ ഹെൽത്തി സെല്ലിനെ കൂടെ ചവിട്ടി കൊല്ലും. അവൻ ശരീരം മൊത്തം പിന്നെ ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. ഇതാണ് അവിടെ സംഭവിക്കുന്നത് ശരി. അപ്പൊ ഈ ഒരു സിനാറിയോ നമ്മൾ നമ്മുടെ ശരീരത്തെ ഒബ്സർവ് ചെയ്യണം, മോണിറ്റർ ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. You have to observe, monitor and evaluate your own body. നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു, എന്തെങ്കിലും റസ്റ്റിംഗ് ആണോ സംഭവിക്കുന്നത്, അതിന് ഉടൻ തന്നെ പരിഹാരം കണ്ടെത്തി നമ്മുടെ ഫുഡിങ് സ്ട്രക്ചറിലൂടെ ഇനി ഡയറ്ററി സപ്ലിമെന്റ് എടുക്കണമെങ്കിൽ അതിനു വേണ്ടി എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള റിച്ച് ഫുഡ് കണ്ടന്റ്, ആന്റി ഓക്സിഡന്റ് സെലക്ട് ചെയ്ത് നമ്മുടെ ഫുഡ് ടേബിളിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് അതിനകത്തുള്ള ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓക്സിഡേഷൻ. എന്തൊക്കെ കാരണങ്ങളാണ് ഓക്സിഡേഷൻ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും കാരണങ്ങൾ ഓക്സിഡേഷൻസ് ക്രിയേറ്റ് ചെയ്യാവുന്ന ട്രിഗറിംഗ് സ്മോക്ക് ഉണ്ടായാല്, സ്ട്രെസ് ഉണ്ടായാല്, സൺലൈറ്റിന്റെ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാല്, പെസ്റ്റിസൈഡ്സ് ഉള്ള ഫുഡ് കഴിച്ചാല്, പൊല്യൂഷൻസ്, ഫുഡ് എക്സ്പോസ് ആയിട്ട് കുറെ എടുത്തു കഴിഞ്ഞാല്, എക്സസീവ്. ഹലോ, കേൾക്കാമോ? സൗണ്ട് ക്ലിയർ ആവുന്നില്ല. ഇപ്പൊ കേൾക്കാമോ? ഇതിന്റെ റീസൺ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓക്സിഡേഷന്റെ കാരണങ്ങളാണ് ഇതിന് കാണിച്ചിരിക്കുന്നത്. കൂടുതൽ മരുന്നുകൾ കഴിക്കുക, മെഡിക്കേഷന്, ക്ലോറിനേറ്റ് വാട്ടർ കുടിക്കുക, സ്ട്രെസ് ഉണ്ടാവുക, എക്സ്റേ, എയർബോൺ എമിഷൻ, എക്സസീവ് എക്സസൈസ്, ആൽക്കഹോൾ, പൊല്യൂഷൻ, ഇത്രയും കാര്യങ്ങൾ ഓക്സിഡേഷൻസിനെ ട്രിഗർ ചെയ്യാൻ സാധ്യത ഉള്ളതാണ്. അവിടെ താഴത്തെ ഫോട്ടോസ് ഉണ്ടല്ലേ, ആ കുട്ടി ഏജിങ്ങിലേക്ക് പെട്ടെന്ന് ഏജിങ്ങിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഓക്സിഡേഷൻ ഉള്ളവർക്കുള്ള പ്രശ്നം. അപ്പൊ ഇതിനെ നമുക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒറാക്ക് വാല്യൂ, ഹൈ ഒറാക്ക് വാല്യൂ ഉള്ള ആന്റി ഓക്സിഡൻസ് നമ്മുടെ ഫുഡിലേക്ക് എത്തണം എന്നുള്ളതാണ്. ഈ ഒറാക്ക് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ റാഡിക്കൽ അബ്സോർബൻസ് കപ്പാസിറ്റി. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഫ്രീ റാഡിക്കലിനെ വൈപ്പ് ഔട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ചില ഫുഡുകളുണ്ട്, ഫുഡ് ഡയറ്റ് ഉണ്ട്. ആ ഫുഡ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻ കേസ് ഫ്രീ റാഡിക്കൽ ശരീരത്തിൽ വന്നാൽ പോലും ഇവൻ പോയിട്ട് അബ്സോർബ് ചെയ്ത് വെളിച്ചടിച്ചോളും. അങ്ങനെ പിടിച്ചെടുക്കുക. അങ്ങനെ പിടിച്ചെടുക്കുന്ന ഒറാക്ക് വാല്യൂ ഏതിനൊക്കെയാണോ നമുക്ക് നോക്കാം. ഒറാക്ക് വാല്യൂ കാണാൻ oracvalues.com എന്ന സൈറ്റിൽ നിങ്ങൾ പോയാൽ മതി. ഓരോ ചില സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പൊ മുന്തിരിയിൽ 1746 എന്റെ ഒറാക്ക് വാല്യൂ, ഒരു നമ്പർ ആണ് പറയുക. ഓക്കെ, ഇപ്പൊ മൊസംബിയിലാണെങ്കിൽ 1819, പേരക്കയിലാണെങ്കിൽ 1990 ആണ് ഒറാക്ക് വാല്യൂ, ആപ്പിളിലാണെങ്കിൽ 3049 ആണ് ഒറാക്ക് വാല്യൂ. അങ്ങനെ പോയി ഇത് ഇങ്ങനെ കൂടി ഇപ്പൊ ബദാമിലൊക്കെ വരുമ്പോഴേക്കും 4400. ഒറാക്ക് വാല്യൂ കൂടിയാൽ ഇറ്റ് ഇസ് ബെസ്റ്റ് ആന്റി ഓക്സിഡന്റ് എന്നാണ്. The more the ORAC value, the rich is the antioxidant എന്നുള്ളത്. The antioxidant is rich in antioxidant ആണ്. അപ്പൊ ഇവിടെ വെളുത്തുള്ളി, ഗാർലിക് എടുത്താണെങ്കിൽ അത് കുറച്ചുകൂടെ കൂടുതലാണ്. ഇഞ്ചി എടുത്താൽ 14,840. നമ്മുടെ ഒരു കറി, മലയാളിയുടെ ഒരു കറിയിൽ ഇഞ്ചി നല്ലതാണ്. അപ്പൊ ഇങ്ങനെ ഇഞ്ചി കഴിച്ചു കഴിഞ്ഞാൽ തന്നെ കുറെ ഫ്രീ റാഡിക്കൽസ് ഒക്കെ. ഇനി നിങ്ങൾ നോക്ക്, ഏലക്ക 50,000 ആണ് എന്റെ ഒറാക്ക് വാല്യൂ. ഞാവൽപ്പഴം 1,00,000 ഒറാക്ക് വാല്യൂ കാണിക്കുന്നത്. മഞ്ഞൾ എടുക്കുമ്പോ മഞ്ഞളിൽ വരുന്ന കുറുക്കുമിന്റെ ഒറാക്ക് വാല്യൂ 1,27,000 ആണ്. ഏറ്റവും ടോപ്പാണ്. അപ്പൊ കുറുക്കുമിൻ കിട്ടണം കേട്ടോ. നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞളിൽ കുറുക്കുമിൻ ഉണ്ടോ എന്നുള്ളത് വേറെ കാര്യം. ഒറിജിനൽ മഞ്ഞൾ എടുത്ത് പൊടിച്ചാൽ ചിലപ്പോൾ അതിനകത്ത് കുറുക്കുമിൻ ഉണ്ടാവാം.
ഇനി അത് തന്നെ എത്രത്തോളം ഓർഗാനിക് മഞ്ഞളാണ് നമ്മൾ കഴിക്കണെന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. നമുക്ക് ഓർഗാനിക് കണ്ടന്റ് മണ്ണിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ട്. മറ്റൊരു ചർച്ചയാണ്. ഞാനൊന്ന് സൂചിപ്പിക്കാം. പരിസ്ഥിതി ദിനമായതുകൊണ്ട് ഭൂമിയിലെ സോയിലിന്റെ ഹെൽത്ത്, മണ്ണിന്റെ ആരോഗ്യം നഷ്ടപ്പെടുന്നു എന്നുള്ള ഇപ്പൊ പുതിയ കണ്ടെത്തല്. മണ്ണിന്റെ ആരോഗ്യം, ജൈവാംശം അഥവാ ഓർഗാനിക് കണ്ടന്റ് മണ്ണ് മണലായിക്കൊണ്ടിരിക്കുക. ജൈവാംശം നഷ്ടപ്പെട്ട് മണ്ണ് മണലായിക്കൊണ്ട്, ഈ മണലിലാണ് എക്സ്ട്രാ പെസ്റ്റിസൈഡ്സും കെമിക്കൽ പ്രോസസ്സും കൊടുത്തുകൊണ്ട് രാസവള പ്രയോഗം നടത്തിക്കൊണ്ട് കൃത്രിമമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വിളകളാണ് ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്നത്. ഈ ഒറിജിനാലിറ്റി നഷ്ടപ്പെടുന്നുണ്ട്. ഈ ഒറിജിനാലിറ്റി നഷ്ടപ്പെടുമ്പോൾ ഇതിൽ നിന്ന് കിട്ടേണ്ട, നേരത്തെ കാണിച്ച ഫ്രൂട്ട്, ഈ ഫ്രൂട്ടുകളിൽ നിന്നൊക്കെ കിട്ടേണ്ട ശരിയായ കണ്ടന്റ് കിട്ടുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറവുണ്ടാവും. അതാണ് ഇപ്പൊ നമ്മൾ സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സോയിലിനെ സംരക്ഷിക്കണം. മണ്ണിൽ നടക്കേണ്ട മൈക്രോ ന്യൂട്രിയൻസിന്റെ ആക്ടിവിറ്റി, സൂക്ഷ്മ ജീവികളുടെ ആക്ടിവിറ്റി നടക്കാനുള്ള അവസരം കൊടുക്കണം. അതിനെ നമ്മൾ ഇളക്കേണ്ട സമയത്ത് ഇളക്കണം. അതിന് വേണ്ട ജൈവപരമായ അവസ്ഥയ്ക്കുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം കൃഷിയിൽ നിന്ന് നടക്കേണ്ടത്. അപ്പൊ അതുകൂടി ഇതിന്റെ കൂടെ പറയാണ്. ഇപ്പം 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ലോകത്തുണ്ടായിരുന്ന ജൈവാംശം, മണ്ണിലുണ്ടായിരുന്ന ജൈവാംശം ഇന്ന് നമ്മൾ 2022 എത്തി നിൽക്കുമ്പോൾ 10% ഉള്ളൂ എന്നുള്ളതാണ് അലാമിങ്, ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സിനാറിയോ. ഓൺലി 10% മാത്രമേ നമ്മളെ സോയിലില് ന്യൂട്രിയൻസ് അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നതിന്റെ 10%. അപ്പൊ 90% ഇല്ല. ദാറ്റ് ഈസ് ആൻ അലാമിങ് സിറ്റുവേഷൻ. ഇതാണ് ലോകം മൊത്തമുള്ള ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് വിളയിക്കുന്ന സാധനമാണ് പോകുന്നത്. അപ്പൊ എത്ര ന്യൂട്രിയൻസ് ആണ് നമുക്ക് കിട്ടണമെന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക. മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസും ശരീരത്തിൽ കിട്ടണം കൃത്യമായിട്ട്. അപ്പോഴാണ് ശരിയായ ഹെൽത്ത് ഉണ്ടാവുക എന്നുള്ളത് പറയാൻ കഴിയുക. അപ്പോൾ ഇതാണ് എന്റെ ഉറക്കാല്. ഇനി നിങ്ങൾക്കറിയോ ബ്ലൂ റേഡിയേഷൻ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, കണ്ണിനുണ്ടാകുന്ന പ്രശ്നം റേഡിയേഷൻ. ഈ കൂടുതൽ എക്സസീവ് യൂസ് ഓഫ് കമ്പ്യൂട്ടർ, മൊബൈല്, TV യൂസേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മാക്കുലർ ഡീജനറേഷൻ, ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ 40 വയസ്സ് കഴിഞ്ഞാൽ കാഴ്ച മങ്ങി തുടങ്ങും എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പൊ എല്ലാവർക്കും ഉണ്ടെന്നുള്ളതാണ്, ഈ എന്നെ കേൾക്കുന്നവർ തന്നെ പലവർക്കും ഉണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പൊ അതായത് കാറ്ററാക്ട് ഉള്ള സംഗതി, മങ്ങല്, വായിക്കാൻ കഴിയാതെ വരിക. അപ്പൊ അത് ഒരു വിഷയമാണ്. റേഡിയേഷൻസ് ഒരു പ്രശ്നമാണ്. എക്സസീവ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാതെ ആവശ്യത്തിന് മാത്രം, ഇതിനെല്ലാം ഒരു കൺട്രോള്, ഡിജിറ്റൽ ടെക്നോളജീനെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. യൂസ് കഴിഞ്ഞാൽ മാറ്റി വയ്ക്കുക. നമ്മുടെ സമയത്തെ വേറെ പ്രൊഡക്റ്റീവായിട്ട് മറ്റ് മേഖലയിലേക്ക് തിരിച്ചു വിടണം എന്നുള്ളതാണ്. എക്സസീവ് ആയിട്ട് യൂസ് ചെയ്യരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. ആ സ്ലൈഡ് കാണുന്നുണ്ടോ അവിടെ, ബ്ലൂ റേഡിയേഷന്റെ സ്ലൈഡ്? ഹലോ, ഇപ്പൊ കാണുന്നുണ്ട്. കാറ്ററാക്ട്സ് ആണ്. അപ്പൊ ഇതൊരു ഇങ്ങനെ ലെൻസിന്റെ, നമ്മുടെ കണ്ണിന്റെ ലെൻസിന്റെ കപ്പാസിറ്റി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ശരിക്കും ഇന്ന് പരിസ്ഥിതി ദിനത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ എപ്പോഴും നേച്ചറിനെ വാച്ച് ചെയ്യണം. നമ്മുടെ ഹരിതഭൂമിയെ കാണുമ്പോൾ തന്നെ നമ്മുടെ വിഷൻ ഇമ്പ്രൂവ് ചെയ്യും. ജസ്റ്റ് പച്ച ഇലകളെ രാവിലെ നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കും. അരമണിക്കൂർ നിങ്ങളൊന്ന് മെനക്കെട്ട് വാച്ച് ചെയ്യാനും നാച്ചുറൽ ഒബ്സർവ് ചെയ്യാനും ശ്രമിക്കും. വിഷൻ ഇമ്പ്രൂവ് ചെയ്യും. അതേസമയം നമ്മൾ എപ്പോഴും സ്ക്രീനിലാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത് കുറഞ്ഞു പോകും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. ഇനി നമ്മുടെ 2016 കേരളത്തിലെ യുവാക്കളിൽ റെക്ടൽ ക്യാൻസർ കൂടുന്നു എന്നുള്ളത് തിരുവനന്തപുരം ടെക്നോ പാർക്കിന് ചുറ്റിനും, ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന യുവാക്കൾ കൂടുതൽ പേരും RCC ക്യാൻസർ സെന്ററിൽ എത്തിയതായിട്ട് കണ്ടു. അപ്പം അന്ന് ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തതാണ് യുവാക്കളിൽ റെക്ടൽ ക്യാൻസർ, മലദ്വാര ക്യാൻസർ കൂടുന്നു. കാരണം പറഞ്ഞത് കൂടുതൽ അവരുടെ ഫുഡ് ചിക്കൻ കഴിക്കുന്നതും അതുപോലെ തന്നെ പൊറോട്ട, അങ്ങനത്തെ ജങ്ക് ഫുഡ് കൂടുതൽ കഴിക്കുന്നതാണ് ഒരു കാരണമായിട്ട് രാജീവ് ഗാന്ധി ബയോടെക്നോളജി കണ്ടെത്തി. അപ്പൊ ഇതൊക്കെ ഒരു സിനാറിയോ ആണ്. ഇനി നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ എന്ന് പറയുന്നത് ഇപ്പൊ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ലാക്ക് ഓഫ് ഇമ്മ്യൂണിറ്റി, ഇതാണ് പ്രധാനമായിട്ടും ഡിസീസിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. നമ്മുടെ ഹെൽത്തിനെ വില്ലനാക്കുന്നത് നമുക്ക് ഓട്ടോ ഇമ്മ്യൂണിറ്റി സിസ്റ്റം നമ്മുടെ ബോഡിക്കുണ്ട്. ബോഡിയിൽ ഏകദേശം 10-11 വ്യവസ്ഥകൾ ഉള്ളതിൽ സ്കെൽട്ടൺ സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, ഇങ്ങനെ ഒരുപാട് സിസ്റ്റംസ് ഉണ്ടല്ലോ, എൻഡോക്രൈൻ സിസ്റ്റം. അതുപോലെ ഒരു സിസ്റ്റമാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി സിസ്റ്റം, പ്രതിരോധ ശേഷി ഉണ്ടാകുന്ന വ്യവസ്ഥ. ഈ വ്യവസ്ഥ താറുമാറായി കഴിഞ്ഞാലാണ് വി ആർ പ്രോൺ ടു ഡിസീസ്, പെട്ടെന്ന് അസുഖം വരാനുള്ള സാധ്യത വരുന്നത്. അപ്പൊ അതിൽ പ്രധാനമായിട്ടും നമുക്ക് ബേബീസിന്റെ ഇമ്മ്യൂണിറ്റി കുറയുന്നത് ഈ ബ്രസ്റ്റ് ഫീഡിങ് ഉണ്ടാവുക, കുറഞ്ഞു പോവുക, അപ്പൊ കൊളസ്ട്രോൾ ഉണ്ടാവാതിരിക്കുക. പിന്നെ നമുക്ക് കിട്ടേണ്ട ഒരു സംഗതി ലോറിക് ആസിഡ് ആണ്. അത് എവിടെ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോറിക് ആസിഡ് നമ്മുടെ
തേങ്ങയിലുണ്ട് എണ്ണ. നമ്മൾ പച്ച തേങ്ങയിൽ നിന്ന് നമ്മൾ എണ്ണ എടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ ഒരു സ്പൂണോ 2 സ്പൂണോ ഒക്കെ കൺസ്യൂം ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചാൽ നമ്മുടെ ബോഡി ഡീടോക്സിഫിക്കേഷൻ നടക്കും എന്നുള്ളതാണ്. അപ്പൊ അത്രയും നല്ല അതായത് പച്ച തേങ്ങ ആയിരിക്കണം, ആട്ടിയ വെളിച്ചെണ്ണല്ല, പച്ച തേങ്ങ ലോറിക് ആസിഡ് കണ്ടന്റ് അതുകൊണ്ട് അത് കുടിക്കാൻ തന്നെ ഡെൻസിറ്റി വളരെ കുറവായിരിക്കും, പച്ചവെള്ളം പോലെ ഇരിക്കും. അപ്പൊ അതിനകത്ത് പിന്നെ ഈ പശുവിന്റെ ഈ ശരിയായ നാടൻ പശുവിന്റെ പാലിൽ ഉണ്ടാകുന്ന മഞ്ഞപ്പാൽ, അത് കൊളസ്ട്രോൾ ഉള്ള സാധനം, അതൊക്കെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന സംഗതിയാണെന്നാണ് പറയുന്നത്. പിന്നെ ലിവർ ഡാമേജിനെ നമ്മൾ സഹായിക്കുന്ന ഇങ്ങനെ നമ്മുടെ ഈ ടോക്സിക്സ് ലിവറിനെ നമ്മൾ ഡാമേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു കണ്ടെത്തലാണ്. ഇനി നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോ കേരളത്തില് 2018 റിപ്പോർട്ട് ചെയ്തതാണ്. 2018 പത്ര റിപ്പോർട്ടാണ്. പഠനം അന്ന് തന്നെ ആരോഗ്യ വകുപ്പ് സജീവ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. കിരൺ എന്ന് പറഞ്ഞ പദ്ധതിയിലൂടെ ചില പഞ്ചായത്തുകളൊക്കെ സെലക്ട് ചെയ്തിട്ട് അന്നത്തെ ആരോഗ്യമന്ത്രി അതിനൊരു അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കേരളത്തിന്റെ ഒരു സിനാറിയോ അന്ന് മുതലേ വിഷയമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം, വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 2019 മറ്റൊരു റിപ്പോർട്ട് പ്രമേഹം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന് നല്ല ഭക്ഷണ രീതി, ഫുഡ് സ്റ്റൈൽ ഫോളോ ചെയ്യണം എന്നുള്ളതാണ് ഒരു തിരുത്തായിട്ട് പറഞ്ഞു വന്നത്. പിന്നെ രോഗികളിൽ ഇന്ത്യൻ ഫാർമസി കൗൺസിലിന്റെ പ്രസിഡന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്, രോഗികളില് 35% ആൾക്കാരും മരുന്ന് കൺസ്യൂം ചെയ്യുന്ന ഈ മെഡിക്കൽ സ്റ്റോറിന് ഒരു അസുഖത്തിന് പോയിട്ട് അവർ മരുന്ന് കൺസ്യൂം ചെയ്യുന്നവരാണ് നിത്യരോഗികളായിട്ട് മാറുന്നത്, കിടപ്പ് രോഗികളായി മാറുന്നു എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പം നമുക്കറിയാം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ മരണത്തിന് ഒരു കാരണം അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ADR എന്നുള്ളതാണ്. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ADR, മരണത്തിന്റെ ഒരു കാരണം അമിതമായ മരുന്നുപയോഗം തന്നെ ഒരു കാരണം മരണത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു സിനാറിയോ ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇതിനുള്ള പ്രധാനപ്പെട്ട ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫുഡിനെ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതും ശ്രദ്ധിക്കണം. ഏതെങ്കിലും കവർ ഫുഡ് വാങ്ങലല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജൈവാംശമുള്ള ഫുഡ്, ഓർഗാനിക് കണ്ടന്റ് ഉള്ള ഫുഡ് തന്നെ ഞാൻ കഴിക്കുന്നു എന്ന് ഓരോരുത്തരും ഉറപ്പാക്കേണ്ടത് ഇന്നത്തെ കാലത്ത് അത്യന്താപേക്ഷിതമാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഭൂമി ഊഷരമായി കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഭൂമിയെ കൂടി ജൈവാംശം കൊടുക്കാനുള്ള പ്രവൃത്തി നമ്മൾ സഹായിച്ചു കൊടുക്കണം. ആ ഭൂമിയിൽ കൃഷി ചെയ്ത വിളകളാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പൊ അതുകൂടി നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അങ്ങനെ നല്ല ഭക്ഷണം കഴിച്ചാൽ തന്നെ നമ്മുടെ നല്ല ശരിയായ ഫ്രൂട്ടും വെജിറ്റബിൾസും ഒക്കെ കഴിച്ചാൽ, അല്ലാതെ വെറുതെ സാലഡ് കഴിച്ച് എല്ലാവരും പറയും സാലഡ് നിങ്ങൾ ഫുഡ് ടേബിളിൽ വന്നോട്ടെ, ഫ്രൂട്ട്സ് കഴിച്ചാൽ എല്ലാം മതി. ഫ്രൂട്ട്സ് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നോക്കണം. അത് ഓർഗാനിക് ആയിട്ടുള്ള ഫ്രൂട്ടാണോ അതോ അത് പെസ്റ്റിസൈഡ്സ് ആയിട്ട് വെച്ചിട്ട് ഉണ്ടാക്കിയ പഴമാണോ ഞാൻ കഴിക്കണേന്ന് കൂടി ഒന്ന് ആലോചിക്കണം എന്നുള്ളതാണ്. ഹോളിസ്റ്റിക് ഹെൽത്ത്, സന്തുലിതമായ ആരോഗ്യം നോക്കുമ്പോൾ നമുക്കത് കൺസിഡർ ചെയ്യേണ്ട കാര്യമായിട്ട് പറയേണ്ടത്. അപ്പൊ ഇതിന് എങ്ങനെയാണ് നമുക്കൊരു ഒപ്റ്റിമം ഹെൽത്ത്, ഹോളിസ്റ്റിക് ഹെൽത്തിന് മറ്റൊരു നല്ലൊരു പേര് ഐഡിയൽ ഹെൽത്ത് അഥവാ ഒപ്റ്റിമൽ ഹെൽത്തിനെ കൊണ്ടുവരണമെങ്കിൽ ഈ ശരീരത്തിൽ കേടുവന്ന ടോക്സിക് എലമെന്റ്സിനെ പുറത്ത് കളയണം. അതല്ലെങ്കിൽ നമ്മൾ ഡെഫിഷ്യൻസി കുറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള സപ്ലിമെന്റ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു പുസ്തകം നിങ്ങൾക്ക് ഞാനൊന്ന് റെഫർ ചെയ്യണം. റെയ്ഡി സ്ട്രാൻഡ് എന്ന് പറയുന്ന MD ഡോക്ടർ എഴുതിയതാണ്. വാട്ട് ഇഫ് ഡോക്ടർ ഡസന്റ് നോ അബൌട്ട് ദ ന്യൂട്രീഷണൽ മെഡിസിൻ മേ ബി കില്ലിംഗ് യു. അതായത് ഇന്ന് പറയുന്ന ഇൻഡെക്സുകൾ, കൊളസ്ട്രോൾ ലെവൽ, മറ്റതും മെയിൻ സ്ട്രീം ഒക്കെ കാര്യങ്ങൾ പറയുന്നതിലൊക്കെ കുറെ ഏറ്റക്കുറച്ചുകളുണ്ട്. ശരിയായ കൃത്യമായ ഫുഡിലൂടെ നിങ്ങൾക്ക് ന്യൂട്രീഷൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറും എന്നുള്ളതാണ് ഈ ഡോക്ടർ പറയുന്നത് ഈ പുസ്തകത്തിലൂടെ. ഓക്കെ, അപ്പോ നമ്മുടെ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. 70-80% കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമ്മൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാലറീസ് ഇങ്ങനെ വളരെ നമ്മൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും ഒരുപാട് ഡെഫിഷ്യൻസി നമുക്ക് സംഭവിക്കുന്നുണ്ട്. എവിടെയാണ് ഡെഫിഷ്യൻസി സംഭവിക്കുന്നത്? വൈറ്റമിൻസ് ഡെഫിഷ്യൻസി സംഭവിക്കുന്നുണ്ട്, മിനറൽ ഡെഫിഷ്യൻസി, പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഒക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതൊരു ബാലൻസ്ഡ് ആയിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ കാരണം 98% ജീവിതശൈലി രോഗങ്ങളുടെയും കാരണം നമ്മുടെ കഴിക്കുന്ന ആഹാരം. ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ നിങ്ങൾ കഴിക്കുന്ന ആഹാരം ഇപ്പൊ കൂടുതലും ആൾക്കാര് പാക്ക്ഡ് ഫുഡും റിഫൈൻഡ് പ്രൊഡക്ട്സും സാൾട്ട് എല്ലാം പാക്ക്ഡ് അല്ലേ. നമ്മൾ ഷുഗർ കൂടുതൽ ഉപയോഗിക്കുന്നു, കഫീൻ, ആൽക്കഹോള്, മെഡിക്കേഷൻ, മരുന്നുകൾ കൂടുതൽ കഴിക്കുന്നു, പെസ്റ്റിസൈഡ്സിന്റെ കണ്ടന്റ് ശരീരത്തിൽ എത്തുന്നു. ഇതൊക്കെ എത്തുമ്പോഴാണ് നമ്മുടെ ബോഡിക്ക് കിട്ടേണ്ടതാകാത്ത വേറെ എക്സസ് ആയിട്ട് അത് സ്ലോ പോയിസൺ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ശരിക്കും നമ്മുടെ ബോഡിക്ക് എന്താ വേണ്ടത്? വൈറ്റമിൻസ് വേണം.
ട്രേസ് എലമെന്റ്സ് വേണം, മിനറൽസ് കൃത്യമായിട്ട് കിട്ടണം, കാർബോഹൈഡ്രേറ്റ്സ് ആവശ്യത്തിൽ കൂടുതൽ കിട്ടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പം ഇങ്ങനെ പ്രോട്ടീൻസ്, അമിനോ ആസിഡ്, എൻസൈംസ് എവിടെ നിന്നാണ് കിട്ടുക? എൻസൈംസ് എവിടെ നിന്നാണ് കിട്ടുക? ഈ എൻസൈംസ് ബോഡി എൻഡോക്രൈൻ ഗ്ലാൻഡ് സ്വമേധയാ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹാപ്പി ഹോർമോൺസ്, എൻഡോർഫിൻസ്, സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ, ഡോപ്പമിൻ, ഇതുപോലുള്ള എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്ത് സ്വാഭാവികമായിട്ട് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കിട്ടണം. അത് ഡിസോർഡർ ആയി കഴിഞ്ഞാലും എന്ത് സംഭവിക്കും? ബോഡിയുടെ ബാലൻസ് തെറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത് എൻഡോക്രൈൻ ഫംഗ്ഷൻ വളരെ കറക്റ്റ് ആയിരിക്കും. തൈറോയിഡ് ഗ്ലാൻഡ് ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കൃത്യമായി കിട്ടുന്നവർക്കാണ് തൈറോയിഡ് പ്രശ്നം വരാത്തത്. അത് കിട്ടാതെ ഡെഫിഷ്യൻസി വരുമ്പോഴാണ് തൈറോയിഡ് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് വരുന്നത്. ഏതെങ്കിലും കാരണവശാൽ അത് എടുത്തു കളയുന്നവർക്ക് പിന്നെ ജീവിതകാലം മൊത്തം പ്രശ്നമാണ് കേട്ടോ. ശരിക്കും പറയാം, ഗോൾ ബ്ലാഡർ ഒക്കെ റിമൂവ് ചെയ്യുന്നവരും അതിന് തൈറോയിഡ് ഒക്കെ മാറ്റുന്നവർക്ക് വലിയ വിഷയമാണ്. ശരിക്കും അതേസമയം അതിന് മുന്നേ തന്നെ നമുക്ക് അഡ്വാൻസ് ആയിട്ട് ആ സാധ്യതയിൽ എത്തുന്നതിന് മുന്നേ നമ്മൾ ഇതിനൊന്ന് മോണിറ്റർ ചെയ്ത് നമ്മളൊന്ന് ചേഞ്ച് ചെയ്യാൻ നമ്മളൊന്ന് സമയം കൊടുത്താൽ ഇത് തിരിച്ച് നമുക്ക് കൊണ്ടുവരാൻ ഉള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. നമ്മുടെ സ്റ്റേജസ്, ലൈഫിന്റെ 3 സ്റ്റേജസ് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? എന്തൊക്കെയായിരിക്കും 3 സ്റ്റേജസ്? ഹലോ ചൈൽഡ് ആണോ? ആശ്രമാസാണ് ഉദ്ദേശിക്കുന്നത്. ആശ്രമാസ് ഏതാ? 3 ആശ്രമാസ്. നമ്മൾ വാനപ്രസ്ഥം എന്നൊക്കെ പറയുന്ന പോലെയുള്ള ആശ്രമം. സാറേ അത് പറഞ്ഞത് മറ്റേ ബാല്യം, കൗമാരം ആ തലത്തിലല്ല. ഞാൻ ഇവിടെ നമ്മുടെ ഹോളിസ്റ്റിക് ഹെൽത്ത് ആയതുകൊണ്ട് ആരോഗ്യത്തിന്റെ ഒരു തലത്തിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം ആരോഗ്യമുള്ള ഒരു അവസ്ഥ നമുക്കുണ്ടായിരുന്നു. രണ്ടാമത്തെ ഘട്ടം അത് ഇങ്ങനെ ഡിക്യൂറേറ്റ് ചെയ്ത് ഡീഗ്രേഡ് ചെയ്ത് കുറഞ്ഞു വരുന്ന ഡെഫിഷ്യൻസി സ്റ്റേജ് ഉണ്ടാവും. ആ സ്റ്റേജ് നമ്മൾ അഡ്രസ് ചെയ്യാതെ മിണ്ടാണ്ട് പോകുമ്പോഴും കുഴഞ്ഞു വീഴും, നേരെ ICUലോട്ട് എത്തും. ഇത് ഡിസീസിലായി. ഇതാണ് 3 സ്റ്റേജ് ആയിട്ട് നമ്മൾ കാണേണ്ടത്. അപ്പൊ ഇങ്ങനെ 3 സ്റ്റേജിലൂടെ എല്ലാവരും കടന്നു പോയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു സ്റ്റേജ് ഹെൽത്ത് ഉണ്ടായിരുന്നു. ഇത് എപ്പോഴാണോ ഡെഫിഷ്യൻസി എത്തുന്നത് അവിടെ നിന്ന് തിരിച്ച് ഹെൽത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഡിസീസ് ആയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ഡെഫിഷ്യൻസിലേക്ക് വരാൻ പറ്റും, നേരെ ഹെൽത്തിലോട്ട് പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് കിട്ടി. അതിങ്ങനെ ലീനിയർ ആയിട്ടാണ് പോകുന്നത്. ആ സ്റ്റേജിൽ തിരിച്ചു പിടിക്കണമെങ്കിൽ ഡെഫിഷ്യൻസി ഉള്ള ഒരാൾക്ക് ഹെൽത്തിലേക്ക് തിരിച്ചു വരാൻ പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്നൊക്കെ എക്സസീവ് മെഡിസിൻ ഒക്കെ കൺസ്യൂം ചെയ്യുമ്പോൾ സംഭവിക്കുമ്പോൾ അത് ഡിസീസ് നിന്ന് നേരിട്ട് ഡെഫിഷ്യൻസിലേക്ക് എത്തിക്കാനേ കഴിയത്തുള്ളൂ. അപ്പൊ വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കണം. അതിങ്ങനെ കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ച് റെഗുലേറ്റ് ചെയ്ത് ഇങ്ങനെ ജീവിതകാല ലൈഫ് ടൈം അറ്റ് ദി എൻഡ് വരെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഡെഫിഷ്യൻസിയിൽ എത്തുള്ളൂ, ഒരിക്കലും ഹെൽത്തിൽ എത്തൂല, ഹെൽത്തിൽ എത്തൂല. അപ്പോ ഇവിടെ എന്താണ് നമ്മൾ ചെയ്യാനുള്ളത്? ഒരു ഹോളിസ്റ്റിക് ഹെൽത്ത് പ്രാക്ടീസ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക അഡ്വാൻസ് ആയിട്ട്. നേരത്തെ തന്നെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ. അപ്പം ഇന്നിപ്പോ വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് നമ്മൾ പറയുന്നതിന് പുറമെ ആരോഗ്യ ദിനം സർവ്വ ദിനത്തേക്കാൾ പ്രധാനം, അല്ലെങ്കിൽ ആരോഗ്യ ദിനം സർവ്വധനാൽ പ്രധാനം എന്ന് ഇനി നമ്മൾ പറയണം. അപ്പൊ അതിന് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. എന്റെ ആരോഗ്യത്തെ ഒന്ന് മോണിറ്റർ ചെയ്യാനും സ്വന്തം ഒന്ന് അസസ് ചെയ്യാനും. അങ്ങനെ ഉണ്ടെങ്കിൽ ഡെഫിഷ്യൻസിയിൽ നിന്ന് നേരെ ഹെൽത്തിലേക്ക് തിരിച്ചു വരാൻ ഈ ഹോളിസ്റ്റിക് ഹെൽത്ത് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ സാധ്യതയുണ്ട് എന്നുള്ള ഒരു പൊട്ടൻഷ്യൽ അവിടെ, പോസിബിലിറ്റി അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനുള്ള ഫോക്കസ് ഏരിയ, ഹോളിസ്റ്റിക് ഹെൽത്തിൽ എത്രയൊക്കെ ഏരിയകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവണം എന്ന് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ന്യൂട്രീഷൻ കണ്ടന്റ് കറക്റ്റ് ആണോ എന്ന് അസസ് ചെയ്യാൻ പറ്റണം. നമുക്ക് മോണിറ്റർ ചെയ്യാനും വാല്യുവേറ്റ് ചെയ്യാനും ഞാൻ നേരത്തെ BMI പറഞ്ഞതുപോലെ ഒബിസിറ്റി ആണോ അല്ലയോ BMI അത് എന്നതുപോലെ ചില വാല്യൂസ് ഉണ്ട്. ഈ വാല്യൂസിനെ അസസ് ചെയ്ത് എന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പൊ നമ്മൾ ഡിസീസിലേക്ക് എത്തിക്കുന്ന മറ്റ് ലൈഫ് ഹാബിറ്റ്സിൽ നിന്നും മാറുക. ഇനി നമ്മൾ ബോഡിയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ക്ലിയർ ചെയ്യാം, സർവീസ് ചെയ്യാം. ഡീടോക്സ് എങ്ങനെ സർവീസ് ചെയ്ത് ക്ലിയർ ചെയ്ത് തിരിച്ചു വരാം. സ്കിൻ കെയർ, സ്കിന്നിന്റെ ഒരു മെലാനിൻ പോലുള്ള എലമെന്റ് ഒക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. നമ്മുടെ ഹെൽത്തിനെ എങ്ങനെ മാനേജ് ചെയ്ത് പോയി 5 ഏരിയകൾ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിയേണ്ടത് ഉണ്ട് എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പൊ അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യേണ്ട ഏരിയയാണ് എനർജി ആൻഡ് വൈറ്റാലിറ്റി എന്നുള്ളത്. ഇവിടെയാണ് മോഡേൺ സയൻസിന് ഒന്നും പറയാനില്ലാത്തത്. ഇവിടെയാണ് ഹോളിസ്റ്റിക് ഹെൽത്ത് കെയർ എന്ന നിലയ്ക്ക് എനിക്ക് നമ്മുടെ ഭാരതീയ ആരോഗ്യ ദർശന പ്രകാരം ഒരു പുതിയൊരു ടെർമിനോളജി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെക്കുകയാണ്.
വി ഓൾ ഹാവ് എനർജി ബോഡീസ്. വി ഓൾ ഹാവ് എനർജി ബോഡി. ഊർജ ശരീരം നമ്മളിലുണ്ട് എല്ലാവരിലും. അതായത് യോഗാശാസ്ത്രം പറയുന്നത് ഒരു സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും 3 തലമുണ്ടെന്നുള്ളതാണ്. അപ്പൊ സ്ഥൂല ശരീരം എന്നുള്ളതാണ് ഫിസിക്കൽ ബോഡി. അത് കഴിഞ്ഞ് അതിന്റെ അടുത്ത ഒരു പാളിയാണ് സൂക്ഷ്മ ശരീരം. അത് കഴിഞ്ഞ് അടുത്ത പാളി കുറച്ചുകൂടി ഉള്ളിലേക്ക്, വളരെ ഇന്നറായിട്ട് വിതിൻ ഉള്ളിലേക്ക്, ഇന്നർ സെൽഫിലേക്ക് ടച്ച് ചെയ്യുന്ന ഒരു പാളിയുണ്ട്, കാരണ ശരീരം എന്നുള്ളത്. അപ്പൊ ഈ തിയറി നമുക്ക് നമ്മൾ തന്നെ നമ്മുടെ സയൻസ്, നമ്മുടെ ഗുരുക്കന്മാരും പഴയ മഹർഷിമാരും ഋഷിമാരും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ എനർജി, നമ്മുടെ ജീവശക്തി, ഇന്ത്യൻ ഭാഷയിൽ അതിനെ പ്രാണ എന്ന് വിളിക്കും, ചൈനീസ് ഭാഷയിൽ അതിനെ കി എന്ന് വിളിക്കും, ജപ്പാൻ ഭാഷയിൽ അതിനെ ചി എന്ന് വിളിക്കും. ഇങ്ങനെ പല ഭാഷയിൽ ആ വൈറ്റാലിറ്റി, ആ ഫോഴ്സിന്, ആ ജീവശക്തി, ആ പ്രാണശക്തി അത് ഉണ്ടാവണം. അത് ഉണ്ടായി കഴിഞ്ഞു ഇപ്പൊ 25 വയസ്സ് കഴിയുമ്പോഴേ ക്ഷീണിച്ചിരിക്കുന്ന കണ്ടില്ലേ, ആ ഒരു അവസ്ഥയാണ്. ഒരു ഡോക്ടർ ക്ഷീണിച്ചിരിക്കുക, 25 വയസ്സ് കഴിയുമ്പോഴേ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങുകയാണ്. അപ്പൊ ഇത് ഒരു പ്രൊഡക്റ്റീവായിട്ട് ഒരു കമ്മ്യൂണിറ്റി, ഒരു ഹെൽത്തി കമ്മ്യൂണിറ്റി നന്നായിട്ട് വർക്ക് ചെയ്യണം, പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണം. ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ശരിയായ ആരോഗ്യം ഉണ്ടെങ്കിൽ അത് സക്സസിലേക്ക് എത്തും. അപ്പൊ അതിന് ഇന്ത്യൻ ട്രഡീഷനിലേക്ക് നമ്മൾ നോക്കണം. ഹോളിസ്റ്റിക് ഹെൽത്തില് പഞ്ചകോശ എന്നാണ് പറയുക. 5 തലം ബോഡിക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ തലം അന്നമയ കോശ. അന്നമയ കോശ എന്ന് പറയുന്നതാണ് നമ്മുടെ ഫിസിക്കൽ ബോഡി. നമ്മുടെ ലാബിൽ പോയിട്ട് നമ്മുടെ മോഡേൺ മെഡിസിൻ അസസ് ചെയ്യുന്നത് ഈ അന്നമയ കോശത്തിൽ മാത്രമാണ് അസസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ഒരു തലമുണ്ട് പ്രാണമയ കോശ. നമ്മുടെ ജീവശ്വാസം, നമ്മുടെ ഫസ്റ്റ് ഒരു കുട്ടി ജനിക്കുമ്പോൾ ആദ്യം ശ്വാസം എടുത്തിട്ടാണ് പുറത്തേക്ക് വന്ന് കരയുന്നത് അല്ലെ. അപ്പൊ ആ ശ്വാസം, അതിന് പ്രാണ നേരത്തെ പറഞ്ഞ പ്രാണശക്തി അഥവാ പ്രാണമയ കോശം, ആ പാളി. അത് കഴിഞ്ഞ് അടുത്തൊരു തലമുണ്ട് മനോമയ കോശം അഥവാ മൈൻഡ് എന്ന് പറഞ്ഞ തലം. ശരിക്കും മോഡേൺ മെഡിസിൻ അവിടെയും കൂടെ എത്തിയിട്ടുണ്ട്. സൈക്കോളജി പറയുന്നുണ്ട്, സൈക്യാട്രി ഒക്കെ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ട്രഡീഷനിൽ പറയുന്ന 2 കാര്യം അഡീഷണൽ വരുന്നുണ്ട്. വിജ്ഞാനമയ കോശം അല്ലെങ്കിൽ ഒരു ഹയർ മൈൻഡ്, കുറച്ചുകൂടി ഹയർ വിസ്ഡം ഉള്ള ഒരു ഇന്നർ കോൺഷ്യസ്നെസ്, ഒരു ഇന്നർ വാല്യൂ, ബിലീഫ് സിസ്റ്റം, ഇന്റലക്ട് വരുന്ന ഒരു ഏരിയ ഉണ്ട്, വിജ്ഞാനമയ കോശം. അതായത് കേവലം ഒരു അറിവല്ല, ആ അറിവിൽ നിന്ന് ശരിയായി ഫിൽട്ടർ ചെയ്ത് ശരിയായ ഒരു തിരിച്ചറിവുള്ള, ഒരു ക്ലാരിറ്റി ഉള്ള ഒരു വിസ്ഡത്തിലേക്ക്, നോളജിൽ നിന്ന് വിസ്ഡത്തിലേക്ക് എത്തുന്ന ഒരു സ്വയത്തെ അറിയുന്ന, അവനവനെ തിരിച്ചറിയുന്ന ഒരു വിജ്ഞാനം ഉണ്ടാക്കുന്ന ആ തലത്തിലേക്ക് ഉയരുമ്പോഴാണ് വിജ്ഞാനമയ കോശത്തിലേക്ക് ഒരാൾക്ക് പെനിട്രേറ്റ് ചെയ്യാൻ കഴിയാം. അതും കഴിഞ്ഞ് അകത്തേക്ക് പോകുമ്പോൾ ഒരു ബ്ലിസ്ഫുൾ ലൈഫ്, ആനന്ദമയ കോശ എന്ന് പറഞ്ഞിട്ടൊരു ടച്ച് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. നമ്മുടെ ആത്മാവിൽ പോയി ടച്ച് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ജീവചൈതന്യം തുടിക്കുന്നുണ്ട്. ആ ആത്മാവ് അഥവാ റൂഹ് അഥവാ സ്പിരിറ്റ് എന്നൊക്കെ പറയുന്ന അതിലേക്ക് ടച്ച് ചെയ്യുമ്പോഴാണ് ശരിയായ സന്തോഷം, ശരിയായ ആനന്ദം ഒരാൾക്ക് അനുഭവിക്കാൻ കഴിയുക. അപ്പൊ ആനന്ദമയ കോശത്തിലേക്ക് പോകാണ് നമുക്ക് പോകേണ്ടത്. അപ്പൊ അതിന് പല സ്റ്റേജ് ഉണ്ട്, അതിനൊരു തപസ്സുണ്ട്, സാധനയുണ്ട്. അതിലേക്കൊക്കെ എത്തണമെങ്കിൽ അവിടെ അതിന് ലെയർ ആണ് ഈ പറയുന്നത്. നേരത്തെ പറഞ്ഞ തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ആനന്ദമയ കോശം ഏറ്റവും പെരിഫറലായിട്ട്, ഏറ്റവും ഔട്ടർ സൈഡിലാണ് ഇരിക്കുന്നത്. അകത്ത സൈഡിൽ പ്രാണമയ കോശ, കുറച്ചുകൂടി അകത്ത് മനോമയ കോശ, വിജ്ഞാനമയ കോശ, ആനന്ദമയ കോശം. നേരത്തെ യോഗശാസ്ത്രത്തില് സ്ഥൂല ശരീരം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ അന്നമയ കോശ. ഈ പ്രാണമയ കോശയും മനോമയ കോശയുമാണ് സൂക്ഷ്മ ശരീരം യോഗയിൽ പറയുന്നത്. വിജ്ഞാനമയ കോശം അല്ലെങ്കിൽ ആനന്ദമയ കോശം എന്നുള്ളതാണ് അവിടെ കാരണ ശരീരം എന്ന് യോഗശാസ്ത്രത്തിൽ പറയുന്നത്. അപ്പൊ അതിന് വലിയ സാധനമുണ്ട്. അത് തപസ്സിലൂടെ മെല്ലെ സാധനയിലൂടെയാണ് അവിടേക്ക് എത്താൻ ഒരാൾക്ക് ആ എൻലൈറ്റ്മെന്റ് എന്നൊക്കെ പറയും, സെൽഫ് ആക്ച്വലൈസേഷൻ. അപ്പൊ ആനന്ദമയ കോശയിൽ ടച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമ്മുടെ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ TCMല് പഞ്ചഭൂതം പറയുന്നുണ്ട്. ഇന്ത്യൻ ട്രഡീഷനിലും പഞ്ചതത്വം അഥവാ പഞ്ചഭൂതത്തെ കുറിച്ച് പറയുന്നുണ്ട്. പഞ്ചമഹാഭൂത്, ആയുർവേദത്തിൽ പഞ്ചമഹാഭൂത്. അതില് പറയുന്നത് അഗ്നി തത്വം, ജലതത്വം, പൃഥ്വി തത്വം, ആകാശ തത്വം, വായു തത്വം. ഇതൊരു ബാലൻസില് പ്രപഞ്ചത്തിൽ ഉണ്ട്. ഈ പ്രപഞ്ചത്തിൽ ഉള്ള അതേ എലമെന്റ് മാക്രോ ഓർഗാനിസം ആയിട്ടുള്ള പ്രപഞ്ചം, മാക്രോ ഓർഗാനിസം ആണെങ്കിൽ മൈക്രോ ഓർഗാനിസം ആണ് മനുഷ്യ ശരീരം. ഇത് രണ്ടും ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങളൊന്ന് നോക്കൂ, നമ്മുടെ ഭൂമി, ഇപ്പൊ ആ ഭൂമി എന്ന കണ്ടന്റ് അവിടെ കണ്ടില്ലേ? ഭൂമിയിലാണല്ലോ ഭക്ഷണം വിളയുന്നത്. ആകാശം എന്നൊരു കണ്ടന്റ് കണ്ടല്ലോ, ആകാശത്ത് നിന്നാണല്ലോ ശരിക്കും ഭക്ഷണം വരാൻ സാഹചര്യം ഒരുക്കുന്നത്. മഴ പെയ്യണമല്ലോ ആ ഭക്ഷണം വരണമെങ്കിൽ. അപ്പൊ ആകാശ തത്വം,
ഭൂമി തത്വവും അതിനെ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ അഗ്നി വരുന്നുണ്ട്, അപ്പൊ ചൂട് കൊടുക്കുന്നുണ്ട്, വെള്ളം ഉപയോഗപ്പെടുത്തുന്നുണ്ട്, വായുവിന്റെ ഓക്സിജനുള്ള വാക്യൂമിലല്ല നമ്മൾ ഒരു ഭക്ഷണം പ്രോസസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൂടിച്ചേരുമ്പോൾ പോഷണം കറക്റ്റായിട്ട് ശരീരം ആഗിരണം ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു ബാലൻസ് ആണ് പഞ്ചതത്വം, പഞ്ചഭൂതം എന്ന് പറയുന്നത്. ഇനി അത് ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ അഥവാ TCM-ലാണെങ്കിൽ വുഡ്, ഫയർ, എർത്ത്, മെറ്റല്, വാട്ടർ എന്നിങ്ങനെ 5 സ്റ്റേജിലാണ് പറയുന്നത്. ശരീരത്തിന്റെ ആ ഒരു ബാലൻസ്, ഒരു റിതം ഉണ്ട് എന്നുള്ളതാണ്. ഇത് ഇങ്ങനെ ഒരേപോലെ ഒരു കൃത്യമായ ഒരു അളവിൽ ഒരാൾക്കുണ്ടെങ്കിൽ ഹീസ് കംപ്ലീറ്റ്ലി ഹെൽത്ത്. ഇതിൽ ഏതെങ്കിലും എലമെന്റിൽ ഏറ്റക്കുറച്ചുകൾ ഉണ്ടെങ്കിൽ ഡിസീസിലേക്ക് പോകും. പ്രപഞ്ചത്തിൽ അത് സംഭവിച്ചാലും സംഭവിക്കും. നമ്മുടെ ഇപ്പോൾ സുനാമി വരുമ്പോൾ വെള്ളം എന്ന കണ്ടന്റ് കൂടി പോകുമ്പോഴാണ് പ്രപഞ്ചത്തിന്റെ ആ ബാലൻസ് കറക്റ്റ് ചെയ്യാൻ പ്രകൃതി തന്നെ എടുക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഈ വെള്ളത്തെ കൂട്ടുക എന്നുള്ളത്. കാരണം അത് അവിടെ സ്വാഭാവികമായിട്ട് അങ്ങനെ ചെയ്തേ പറ്റൂ. അതേപോലെ പ്രോസസ്സ് ശരീരത്തിന് ഉള്ളിൽ നടക്കുമ്പോഴാണ് നമ്മുടെ അസുഖം. അപ്പൊ ഇങ്ങനെ പഞ്ചമഹാഭൂതത്തെ കുറിച്ചുള്ളൊരു അവയർനെസ് ആയിട്ട് ഞാൻ പറയുന്നത് വളരെ ഡീപ്പായിട്ടൊരു കണ്ടന്റ് ആണ്. ഹോളിസ്റ്റിക് ഹെൽത്തില് ഈ സമഗ്രമായ ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുന്നവര്, സന്തുലിതമായ ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുന്നവര് ഈ പഞ്ചഭൂതത്തെ കുറിച്ച് ശരിയായ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നമ്മുടെ ആയുർവേദ തത്വത്തില് വാത, പിത്ത, കഫം എല്ലാവർക്കും അറിയാം. ത്രിദോഷം, ബോഡി ഒരു ഹാർമണിയിൽ പോകണം. ഈ ത്രിദോഷത്തെയും ഒരു പ്രത്യേക ബോഡിയെ നിയന്ത്രിക്കുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും വാത, പിത്ത, കഫത്തിന്റെ ഒരു ആനുപാതികമായ ഇതിന്റെ ഇംബാലൻസ് ബോഡിക്ക് ഉണ്ടാക്കുന്ന നമ്മുടെ ഹോളിസ്റ്റിക് ഹെൽത്തിന് തടസ്സം നിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഹോളിസത്തെ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ഗുരുവര്യന്മാർ, നമ്മുടെ ഇന്ത്യൻ ട്രഡീഷനിലുള്ള ഏറ്റവും നല്ലൊരു കൺസെപ്റ്റ് ഉണ്ട്. നമ്മുടെ ശരീരത്തിന്റെ 7 ആധാര ചക്രങ്ങൾ. ഈ ചക്രകള് ഹോളിസ്റ്റിക് ഹെൽത്തിൽ ഒരുപാട് സാധ്യതകൾ തരുന്നുണ്ട്. ഹോളിസ്റ്റിക് ഹെൽത്ത് അഥവാ സമഗ്രമായിട്ട് നല്ല ഒരു ആരോഗ്യം ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരാള് മൂലാധാര ചക്ര താഴെ നിന്ന് തുടങ്ങി മുകളിലേക്ക് സ്വാധിഷ്ഠാന ചക്ര, അവിടെ നിന്ന് മുകളിലേക്ക്, പൊക്കിളിന് തൊട്ട് മുകളിലേക്ക്, ഇതിങ്ങനെ കറക്റ്റ് ആയിട്ട് സ്പൈൻ നമ്മുടെ നട്ടലിന് നേരെ പാരലായിട്ടാണ് പോകുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട്. എക്സാക്ട് ബോഡിയുടെ മിഡിലൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് പോകണം. മണിപ്പൂര ചക്ര, അനാഹത ചക്ര, ത്രോട്ടിൽ വരുമ്പം വിശുദ്ധ ചക്ര, നെറ്റിയിൽ വരുമ്പോൾ ആജ്ഞാ ചക്ര, ടോപ്പില് എലമെന്റ് സഹസ്രാര ചക്ര. ഈ ചക്രകളുടെ ഒരു ബാലൻസ്. ഈ ചക്രയുടെ ഡയറക്ഷൻസ് ഉണ്ട്. ഏറ്റവും മുകളിലിരിക്കുന്ന സഹസ്രാര ചക്രയുടെ ഡയറക്ഷൻ മുകളിലേക്കാണ്. മൂലാധാര ചക്ര നേരെ താഴോട്ടാണ് റേഡിയേറ്റ് ചെയ്യുന്നത്, എനർജി റേഡിയേറ്റ് ചെയ്യുന്നത്. അതേസമയം അതിന്റെ ഇടയ്ക്കുള്ള ബാക്കി 5 എണ്ണവും തിരിച്ച് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പോകുന്നത്. അതായത് ഭൂമിക്ക് പാരലൽ ആയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തുളച്ചു പോകുന്നത്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏറ്റവും മുകളിലത്തെ ചക്ര മുകളിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നു, ഏറ്റവും താഴത്തെ മൂലാധാര ചക്ര താഴേക്ക് റേഡിയേറ്റ് ചെയ്യുന്നു. എന്നാൽ ഇടയ്ക്കുള്ള ചക്രകള് ബോഡിയുടെ ഫ്രണ്ടിലോട്ടും ബോഡിയുടെ നേരെ പുറകിലോട്ടുമാണ് റേഡിയേറ്റ് ചെയ്യുന്നത്. ഇതിനൊരു ലെങ്തും വിത്തോടും ഒരു 2 മുതൽ 3 ഇഞ്ച് വരെ വൃത്തത്തിലാണ് ഇത് നിൽക്കുന്നത്. ഇതിന്റെ ഒരു ഇംബാലൻസ് വന്നാലും ബോഡിക്ക് ഹെൽത്തിന് പ്രശ്നമുണ്ട്. അത് കൺസിഡർ ചെയ്യുന്ന ഒരുപാട് ട്രീറ്റ്മെന്റുകളുണ്ട്. അതിൽ പ്രധാന ട്രീറ്റ്മെന്റുകളാണ് അക്യുപഞ്ചർ, അക്യുപ്രഷർ, സുജോക്ക്, പ്രാണിക് ഹീലിംഗ്, റേക്കി. ഈ ചക്രകളെയൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള സാധ്യതയും സാഹചര്യവും ഉപയോഗിക്കുന്ന ഒരുപാട് എനർജി ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഹോളിസ്റ്റിക് മെഡിസിൻ ട്രീറ്റ്മെന്റ് എന്ന് പറയാം. അങ്ങനത്തെ ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് ഇതിനെ കറക്റ്റ് ചെയ്ത് ഒരു ഹോളിസത്തിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. ഇനി എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണുക. വീഡിയോക്ക് എന്തൊരു ടെക്നിക്കൽ ഗ്ലിച്ചസ് ഉണ്ട്. അതൊന്നുമല്ല, ഞാൻ ആ റിതം, ഒരു ബോഡിയുടെ റിതം കാണിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞില്ലേ പഞ്ചമഹാഭൂതം, ഒരു കൃത്യമായ സർക്കിളില് ഒരു 5 ഭൂതം ഇങ്ങനെ കൃത്യമായ ഒരു എലമെന്റിൽ ഇങ്ങനെ ഡയഗണലായി കൃത്യമായ ഒരു വൃത്തത്തിലേക്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഒരു താളം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ താളത്തിനെ, നമ്മുടെ ഹോളിസ്റ്റിക് ഹെൽത്തിന്റെ താളത്തെ സഹായിക്കുന്ന നേരത്തെ പറഞ്ഞ ഒരു 8ഓളം എലമെന്റ് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ, അതേപോലെ സൈക്കോളജി, ഫിസിയോളജി, അതുപോലെ ഇന്റലക്ച്വൽ, അതുപോലെ ഇമോഷണൽ, അതുപോലെ എൻവിയോൺമെന്റൽ, അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ഇത്രയും ഒരു 8-9 ഘടകങ്ങളെല്ലാം കൂടിച്ചേരുമ്പോഴാണ് ശരിയായ ഒരു ആരോഗ്യം ഒരാൾക്ക് ഉണ്ടാകുന്നത് എന്നുള്ളത്. അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ടെക്നിക്കൽ ഗ്ലിച്ചസ് ഉള്ളത് കൊണ്ട് അവിടെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട്. സമയം കുറച്ച് അധികം എടുത്തു എന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ തുടങ്ങിയത് ഒരു
7:15 ശേഷമാണ് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായത്. അപ്പം ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് എനിക്ക് ഇത്രയാണ്. ഇപ്പൊ സമയപരിമിതി കൊണ്ട് എനിക്ക് ഞാൻ പറയാൻ ഒരുപാടുണ്ട് സംഗതി. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും കൂടുതൽ എന്റെ പ്രസന്റേഷനിൽ അറിയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. താങ്ക് യു ബിദിൻ. വളരെ ഗഹനമായ ഒരു സബ്ജക്റ്റ്. എത്രയോ കാര്യങ്ങളാണ് സാറ് ഈ കുറച്ച് സമയത്തിനുള്ളിൽ ഇവിടെ അവതരിപ്പിച്ചത്. സാറിന്റെ ആ അറിവിന്റെ ആ ഭണ്ഡാരം ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ മുമ്പിൽ സാർ തുറന്നിട്ടു. എന്തുമാത്രം കാര്യങ്ങള്, എത്രയോ ദിവസങ്ങൾ എടുക്കാവുന്ന കാര്യങ്ങൾ, എത്രയോ വിശദീകരിക്കാവുന്ന കാര്യങ്ങൾ സാറ് കഴിയുന്നിടത്തോളം ചുരുക്കി അതേ സമയത്ത് ഞങ്ങൾക്കെല്ലാം മനസ്സിലാകുന്ന രീതിയിൽ ഇവിടെ അവതരിപ്പിച്ചു. എത്രയോ പുസ്തകങ്ങൾ വായിച്ചാൽ കിട്ടുന്ന അറിവാണ് സാർ ഈ കുറച്ച് സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. സാറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫീൽഡിൽ, ഹോളിസ്റ്റിക് ഹെൽത്ത് കെയർ എന്ന ഫീൽഡിൽ സാർ അഗ്രഗണ്യനാണെന്ന് പറഞ്ഞേ പറ്റൂ. കാരണം തുടങ്ങിയത് തന്നെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ, മെന്റൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ, സ്പിരിച്വൽ, എക്കണോമിക്കൽ, ഇമോഷണൽ, എൻവയോൺമെന്റൽ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഒരു സമഗ്രമായിട്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ആരോഗ്യം. അത് എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവണമെന്നില്ല. അതിന് താളം തെറ്റുമ്പോൾ അതിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ചാണ് നമുക്ക് രോഗങ്ങൾ വരുന്നത് എന്ന് ആണ് തുടക്കത്തിൽ തന്നെ സാർ പറയാൻ ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. അതിനുശേഷം നമ്മുടെ പഴയ കാലത്തെ ജീവിത രീതി, അന്ന് വന്നുകൊണ്ടിരുന്ന രോഗങ്ങള്, അതിനുശേഷം ഇപ്പോൾ ഉള്ള ജീവിത രീതി, ഇപ്പോൾ വരുന്ന രോഗങ്ങള്, ഇനി നാളെ ഉള്ള ജീവിത രീതി എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് നാളെയുള്ള രോഗങ്ങൾ വരാൻ പോകുന്നത് എന്നൊക്കെ ഇപ്പൊ തന്നെ സാർ പ്രെഡിക്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ടോക്സിൻസ് നമുക്ക് ചുറ്റും എവിടെ ഏതെല്ലാം രീതിയിലാണ് നമ്മുടെ ശരീരത്തിലേക്ക് വിഷം കയറുന്നത്. എയറിൽ കൂടി വരുന്നു, വെള്ളത്തിൽ കൂടി വരുന്നു, പ്ലാസ്റ്റിക് കത്തിക്കുന്നതിലൂടെ വരുന്നു, അതിന്റെ യൂസിൽ നിന്ന് വരുന്നു, കെമിക്കൽസ് ഉപയോഗിക്കുന്നതിന്റെ ഫലമായിട്ട് വരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പെസ്റ്റിസൈഡ്സ് ഒക്കെ അതിന് ഉദാഹരണങ്ങളാണ്. പിന്നെ ഇതിനൊക്കെ അപ്പുറമായിട്ട് പുതിയതായിട്ട് ഒരു പുതിയ കാര്യം കൂടി സാർ, റേഡിയേഷൻ എന്ന് പറയുന്ന, ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റലിലൊക്കെ നാനോ മെഡിസിൻ എന്ന് പറയുന്നത് റേഡിയേഷനുള്ള മെഡിസിൻസ് ആണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇങ്ങനെ പല പൊല്യൂഷൻസ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നു. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൈപ്പർ ടെൻഷൻ, ഒബേസിറ്റി, ഡയബറ്റിക്, ആർത്തറൈറ്റിസ്, ഓസ്റ്റിയോപൊറോസിസ്, ഏർലി പുബർട്ടി, ഏർലി മെനപ്പോസ്, ഇങ്ങനെ നമ്മളുടെ യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടതിന് വിപരീതമായിട്ട് പല കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം വളരെ യങ് ഏജിൽ തന്നെ നഷ്ടപ്പെടുന്നു. നമ്മൾ രോഗത്തിന് അടിമകളായിട്ട് മാറുന്നു. അതിന് സാർ എന്തൊക്കെ, അങ്ങനെ ആകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അത് മോട്ടോർ സൈക്കിളും കാറും ഒക്കെ ഉപേക്ഷിച്ച് സൈക്കിളിൽ യാത്ര ചെയ്യുക. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വെറും പുസ്തകത്തിൽ നിന്ന് നോളജ് ആകാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അറിവ് കൊടുക്കുക. നല്ല വോളണ്ടിയേഴ്സ് ഉണ്ടാകുക. പ്രത്യേകിച്ച് NGOs പോലെയുള്ള 3 R's, റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ, ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ സാർ അതിന് അങ്ങനെ വരാതിരിക്കുന്ന കാര്യത്തെ കുറിച്ച് സാർ പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ ഏതെല്ലാം രീതിയിലാണ്. പിന്നെ ഫ്രീ റാഡിക്കൽസിനെ കുറിച്ച് പറഞ്ഞു. ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. അപ്പൊ അതിന്റെ എണ്ണം കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കേണ്ട ഏറ്റവും നല്ല ഭക്ഷണം ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾ, കുർക്കുമീനുള്ള മഞ്ഞൾ. ഭക്ഷണം തന്നെയാണ് ആരോഗ്യം. ആദ്യകാലത്ത് തന്നെ നമ്മൾ കേട്ടിട്ടുള്ള നമ്മുടെ ഹിപ്പോക്രാറ്റസ് ഒക്കെ പോലെയുള്ളവർ പറഞ്ഞു വെച്ച കാര്യം തന്നെയാണ്, ഭക്ഷണം തന്നെ ആരോഗ്യം. അതുപോലെ ഹോളിസ്റ്റിക് ഹെൽത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യകത. അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ സാറ് പറഞ്ഞത് അന്നമയ കോശം, പ്രാണമയ കോശം, ശരീരത്തിന്റെ പല 7 അവസ്ഥകൾ, അതായത് മനോമയ കോശ, വിജ്ഞാനമയ കോശ, ആനന്ദമയ, ഇങ്ങനെ പല അവസ്ഥകളെ കുറിച്ച് സാർ 5 അവസ്ഥകൾ, അതായത് ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഓരോന്നിലേക്ക് നമുക്ക് കടന്നു ചെന്നു കഴിഞ്ഞാൽ ഏറ്റവും ഉള്ളിലുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞ ആനന്ദമയ കോശ. ആ ഒരു അവസ്ഥ ഒക്കെ ഇതൊക്കെ എടുക്കാനായിട്ട് ദിവസങ്ങൾ ചിലപ്പോൾ വേണ്ടി വരും സാർ. ഇതൊന്നും പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ത്രിദോഷങ്ങള് എല്ലാം നമുക്ക്
വളരെ പ്രയോജനകരമായിരുന്നു. പ്രത്യേകിച്ച് ഇന്ന് ലോക പരിസ്ഥിതി ദിനം കൂടിയാണ്. ആ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റിയ ഒരു വിഷയം തന്നെയാണ് സാറിന് എടുത്തത്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ, പ്രത്യേകിച്ച് സാബു സാറിന്റെ പേര്, സാബു സാറാണ് ഈ ഒരു ചാനല് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും തുറന്നു തരുന്നത്. സാറ് ഫ്രീ ആയിട്ടാണ് ഈ ചാനല് ഞങ്ങൾക്ക് വേണ്ടി തരുന്നത്. ഒരു സബ്സ്ക്രിപ്ഷൻ ഫീസും ഇല്ല. സാറിന്റെ വലിയ മനസ്സിന് മുമ്പിൽ ഞങ്ങള് ശിരസ്കരാകുന്നു. സാറിന്റെ പേരില്, ഇവിടെ കൂട്ടിയിരിക്കുന്ന എല്ലാവരുടെയും പേരില് ബിദുൻ സാറിനെ നന്ദിയോടെ സ്മരിക്കുന്നു. നന്ദി സാർ. ഇനി നമുക്ക് സാറിനോട് സംശയങ്ങൾ ചോദിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കണമെങ്കിൽ അത് ചോദിക്കാം. സാർ ഇതിനകത്ത് അഗാധമായ പാണ്ഡിത്യമുള്ള ആള് തന്നെയാണ്. ഓവർ ടു യു ഓഡിയൻസ്. നിങ്ങൾക്ക് ഇനി സംശയങ്ങൾ ചോദിക്കാം. താങ്ക് യു. താങ്ക് യു സോ മച്ച് സാർ. അത്രയ്ക്കൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല, വളരെ സമയത്തിന്റെ ഒരു പരിമിതി ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഉദ്ദേശിച്ചത് ഇതിനെക്കുറിച്ച് സാറ് ഒരു ഏകദേശം അറിവുണ്ടാവണം. പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് താല്പര്യമാണ് അതിനെ അന്വേഷിച്ച് പോവുക എന്നുള്ളത്. ഈ 1 മണിക്കൂർ എന്ന സമയത്തിനുള്ളിൽ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റൂ. ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചാൽ അതനുസരിച്ച് നമുക്ക് ഇന്ററാക്ട് ചെയ്യാം. താങ്ക് യു. സാറേ, എനിക്ക് ചില ഡൗട്ട് ഉണ്ടായിരുന്നു. ക്ലാസ് വളരെ മനോഹരമായിട്ട് എടുത്തു സാറ്. ഭൂമിയെയും നമ്മുടെ ഒരു മനുഷ്യന്റെ ബോഡിയെയും ഒരേപോലെ തന്നെ കറക്റ്റായിട്ട് ഈക്വൽ ആക്കിക്കൊണ്ട് ഒരു നമ്മുടെ ബോഡിയെ എങ്ങനെ നമ്മളെ കാണണം, നമ്മൾ എങ്ങനെ സംരക്ഷിക്കണം, ബോഡി ഹെൽത്ത്, മൈൻഡ് ഹെൽത്ത്, എല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ഭൂമിയെയും അതേപോലെ തന്നെ പൊല്യൂഷൻ ഇല്ലാണ്ട് പ്ലാസ്റ്റിക് കത്തിക്കാണ്ട് എങ്ങനെ ഇതിനെ അതും ഈക്വലായിട്ടാണ് പറഞ്ഞത്. അത് തന്നെയല്ല, അത് കഴിഞ്ഞിട്ട് പഞ്ചഭൂതം ഈ ഭൂമിയിലുള്ളത് തന്നെയാണ് നമ്മുടെ ബോഡിയിലുള്ളതെന്നും അത് അങ്ങനെ കണക്ട് ചെയ്തു. വളരെ മനോഹരമായിട്ടാണ് ക്ലാസ് എടുത്തത്. എല്ലാം വളരെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യങ്ങളാണ്. റാഡിക്കൽസും അങ്ങനെയുള്ള കാര്യങ്ങൾ, ഓക്സിഡേഷനും എല്ലാം സാറ് പറഞ്ഞു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ട് ഉണ്ടായിരുന്നു ക്ലാസ്. പിന്നെ അടുത്ത ദിവസം എനിക്ക് ആ കാൽഷ്യം, നമ്മുടെ ബോഡി കാൽഷ്യത്തിന്റെ ഇത് നമ്മുടെ ബോഡി ഏത് വയസ്സ് വരെ കഴിക്കാം. നമ്മുടെ ബോഡി അബ്സോർവ് ചെയ്യും. ഇപ്പൊ എല്ലിനെല്ലാം ബലക്കുറവ് ഉണ്ടെങ്കിൽ കാൽഷ്യം കഴിച്ചു കഴിഞ്ഞാൽ ഏത് വയസ്സിൽ വരെ, 60 വയസ്സോ 50 വയസ്സോ, ഏത് വയസ്സ് വരെയാണ് കഴിക്കാവുന്നതെന്നും ഒരു കാര്യം. പിന്നെ നമ്മൾ ഈ കാൽഷ്യം കഴിക്കുമ്പോൾ ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ സ്റ്റോൺ ഉണ്ടാവുന്നതുകൊണ്ടല്ലോ പറയുന്നുണ്ട്. നമുക്ക് ബ്ലാഡറിൽ ചിലപ്പോൾ സ്റ്റോൺ ഉണ്ടാവാനായിട്ടുള്ള ഇതുണ്ട്. അതും കൂടി ഒന്ന് പറഞ്ഞാൽ ഉപകാരമായിരുന്നു. ആ ഒരു 2 ഡൗട്ട് ഉണ്ട് എനിക്ക്. ഓക്കെ സാർ, താങ്ക് യു. PPT ഓഫ് ചെയ്യാം സാർ. PPT ഓഫ് ചെയ്യണമെങ്കിൽ കുറച്ച്. ഓക്കെ, താങ്ക് യു. നിങ്ങൾ പറഞ്ഞത് ആദ്യത്തെ കാര്യത്തിന് ഞാൻ ഒന്നും കൂടെ ഒന്ന് എംഫസൈസ് ചെയ്തോട്ടെ. നമ്മള് പുതിയൊരു ടെർമിനോളജി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. എക്കോളജിയെ സംസാരിക്കുമ്പോൾ എക്കോസിസ്റ്റം, PPT വേണമെങ്കിൽ ഒന്ന് ക്ലോസ് ചെയ്തു സാറേ. ഓക്കെ ശരി, ശരി. ഓക്കെ, നമ്മുടെ പുതിയ വേർഡ് നമ്മുടെ ഇത് പഠിക്കണം. നിങ്ങൾ ഗൂഗിൾ ചെയ്യുക, എക്കോ സ്പിരിച്വാലിറ്റി. അതായത് എക്കോളജിക്ക് ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട്. എക്കോ സൈക്കോളജി, എക്കോ ഹെൽത്ത്. നമ്മുടെ ചുറ്റും നമ്മുടെ ഭൂമിക്ക് ഒരു ആരോഗ്യമുണ്ട്, നമ്മുടെ ഭൂമിക്ക് ഒരു മനഃശാസ്ത്രമുണ്ട്, നമ്മുടെ ഭൂമിക്ക് ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട്. അതിനെ കൂടി അറിഞ്ഞ് മനസ്സിലാക്കി ജീവിക്കാൻ നമ്മൾ തീരുമാനിച്ചാലേ റിയൽ ആയിട്ടുള്ള ഹോളിസ്റ്റിക് ഹെൽത്ത് അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ. ഇന്നത്തെ പ്രത്യേക ദിവസത്തിന്റെ ആ സ്മരണ ഓർത്തുകൊണ്ട് അതുകൂടി നിങ്ങൾ ഒന്നുകൂടി ഞാൻ ഉറപ്പിച്ച് പറയാണ്. ഒരു എക്കോ സ്പിരിച്വാലിറ്റിയെ കുറിച്ചും ഒരു എക്കോ സൈക്കോളജിയെ കുറിച്ചും ഒക്കെ ലോകം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് സംസാരിക്കാൻ കഴിയില്ലെന്നേ ഉള്ളൂ. അതിനെ കഴിയാത്ത ആഘാതം സൃഷ്ടിക്കാതെ പരിസ്ഥിതി ലോല പ്രദേശത്തെയൊക്കെ സംരക്ഷിക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ആവശ്യത്തിന് മാത്രം
അത്യാവശ്യത്തിന് മാത്രമേ അതിനെ ഉപയോഗപ്പെടുത്താവൂ എന്നുള്ളതാണ് ഇതിന് മനസ്സിലാക്കുന്നത്. ഭൂമി മാതാവിനോളം ക്ഷമിച്ചുകൊണ്ടിരിക്കുകയാണ്, തിരിച്ചടിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതൊരു പുതിയൊരു കാര്യമായിട്ട് ഞാൻ പറയുന്നു. രണ്ടാമത് നിങ്ങൾ ചോദിച്ച ആള് കാൽസ്യം ഏത് വയസ്സ് വരെയാണ് കാൽസ്യത്തിന്റെ ഒരു കണ്ടന്റ് വരിക എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ടോക്കിൽ പറഞ്ഞതുപോലെ, ഭൂമിയിലെ ജൈവാംശം 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലത്ത് ഉണ്ടായിരുന്ന ഭൂമിയിലെ മണ്ണിന്റെ പോഷകാംശം ഇന്ന് 2022 എത്തി നിൽക്കുമ്പോൾ 10% മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് കണക്ക്. വല്ലാത്ത ഇത് ഞാൻ പറയുന്നല്ല, സോയിൽ സയൻസിൽ സ്പെഷ്യലൈസ് ചെയ്ത PhD എടുത്ത ഡോക്ടറേറ്റ് എടുത്ത ആൾ പറയുന്നതാണ്. 10% ഉള്ളൂ ജൈവാംശം. ഈ 10% ജൈവാംശം ജൈവാംശമുള്ള മണ്ണിലാണ് നമ്മൾ ഓരോന്ന് വിളയിച്ച് കഴിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ വീണ്ടും കെമിക്കലും മറ്റതും നിറച്ചതും ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയാണ് കാൽസ്യം കിട്ടുക? നമുക്ക് എങ്ങനെയാണ് ഒരു റിയൽ ഫുഡിലേക്ക് കിട്ടുക? ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ, ജൈവാംശം ഭൂമിക്ക് കൊടുക്കുക, തിരിച്ച് ജൈവാംശം ഓർഗാനിക് ആക്കി മാറ്റുക, മണ്ണിനെ ഓർഗാനിക് ആക്കി മാറ്റുക. ഓർഗാനിക് നേരത്തെ 50 കൊല്ലം അല്ലെങ്കിൽ നമ്മുടെ ഹരിത വിപ്ലവം, ഗ്രീൻ റവല്യൂഷൻ ഒക്കെ നടക്കുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന നമുക്കൊരു കാർഷിക വിപ്ലവം നമ്മൾ നടത്തി. പക്ഷെ അപ്പോൾ നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തിയിട്ട് ഒരു കാർഷിക വിപ്ലവം വേണോ എന്നുള്ളത് നമ്മൾ വീണ്ടും റീതിങ്ക് ചെയ്യണം. തിരിച്ചു വരാൻ, റിവൈവ് ചെയ്യാൻ, പുനരുജ്ജീവിപ്പിക്കാൻ, റെജുവനേറ്റ് ചെയ്യാൻ ഭൂമിയെ കൂടി നമ്മൾ സോയിലിന്റെ ഹെൽത്ത് കൂടി മനുഷ്യന്റെ ഹെൽത്തുമായിട്ട് വളരെ കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ ഒന്നും ഓർമ്മിപ്പിക്കുകയാണ്. മണ്ണിന്റെ ആരോഗ്യവും മനുഷ്യന്റെ ആരോഗ്യവുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. മണ്ണിലുള്ള ഓരോ ഘടകവുമാണ് മനുഷ്യ ശരീരത്തുള്ളത്. ആ എലമെന്റ് കിട്ടണമെങ്കിൽ അതിൽ നിന്ന് വിളയിക്കുന്ന ഫുഡ് കഴിച്ച് പോഷണം ആഗിരണം ചെയ്ത് കാൽസ്യം ബ്ലഡിൽ നിന്ന് അസ്ഥികളിലേക്ക് പോകണം. ഇത് പോകാതെ വരുമ്പോഴാണ് കാൽസ്യം ഡെഫിഷ്യൻസി, പൊട്ടാസ്യം ഡെഫിഷ്യൻസി, ഇങ്ങനത്തെ ഡെഫിഷ്യൻസി വരുമ്പോൾ നമ്മുടെ എല്ലുകൾക്ക് തേയ്മാനം, എല്ലുകൾക്ക് പൊട്ടല്, കുഴികൾ വരിക. അപ്പൊ ഇത് ഏത് സമയത്ത് കഴിക്കാം. നമുക്ക് 20 കേൾക്കുന്നുണ്ടോ? എന്നെ കേൾക്കുന്നുണ്ടോ? നമുക്ക് റിച്ച് ആയിട്ടുള്ള കാൽസ്യമിന്റെ ഫുഡ് കഴിക്കുക എന്നുള്ള, റിച്ച് ആയിട്ടുള്ള കാൽസ്യത്തിന്റെ, അത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ജൈവാംശമുള്ള ഫുഡ് ആവണം. അത് നമ്മുടെ പുതിയ തോട്ട് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തരികയാണ്. ജൈവാംശമുള്ള ഫുഡ്, ഓർഗാനിക് ഫുഡ് തന്നെ കഴിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ആ പ്രോട്ടീൻസ്, മൈക്രോ ന്യൂട്രിയന്റ് ആയിട്ടുള്ള കാൽസ്യത്തെ കിട്ടുകയില്ല, അല്ലെങ്കിൽ മൈക്രോ ന്യൂട്രിയന്റ് ആയിട്ടുള്ള ഫോസ്ഫറസിനെ കിട്ടുകയില്ല. ഇത് കിട്ടാതിരിക്കുമ്പോഴാണ് വീണ്ടും നമ്മൾ കെമിക്കലിലോട്ടാണ് ആശ്രയിക്കുന്നത്. മെഡിക്കൽ മരുന്നുകളിലേക്ക് നമ്മൾ വീണ്ടും കെമിക്കൽ കൊടുത്തുകൊണ്ടിരിക്കുക. എങ്ങനെ ബോഡി ബാലൻസ് ഉണ്ടാവും? അപ്പൊ ഇവിടെയാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ഈ ഭൂമിയെ നശിപ്പിക്കണ അവരെല്ലാം പറയുമ്പോ നല്ലൊരു ഫീലിംഗ് സാറ് ശരിക്കും അതിനകത്ത് കണ്ടമാനം അമർഷം ഉണ്ടെന്ന് പറയാം സാറിന്റെ ഉള്ളിൽ നിന്ന്. ഈ ഭൂമിയെ ഇന്നിപ്പോ ആളുകള് ഈ മനുഷ്യര് ഇതിനെ നശിപ്പിക്കുന്നതിനകത്ത് സാറിന് കണ്ടമാനം മനസ്സിനെ അങ്ങോട്ടേക്ക് മതിക്കുന്നുണ്ട്. ഇത് എങ്ങനെ മാറ്റണം എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ആ ഒരു ഫീലിംഗ് എനിക്കുണ്ടല്ലോ കിട്ടുന്നുണ്ട് സാറേ. ഈ ദിവസം തന്നെ എടുത്തത് നന്നായി. ഇന്നത്തെ ദിവസം ഇത് നമുക്ക് ചെയ്യാം സാർ. നമുക്ക് ചെയ്യാവുന്നത് ചെറിയ ചെറിയ കമ്മ്യൂണിറ്റികളായിട്ട് നമുക്ക് ഔഷധ അല്ലെങ്കിൽ തോട്ടങ്ങൾ വെച്ച് പിടിപ്പിക്കാം. ചെറിയ ചെറിയ കമ്മ്യൂണിറ്റികളായിട്ട് നമ്മൾ സാധ്യമാവുന്ന രീതിയിൽ റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് കൂട്ടായിട്ട് ചെയ്യാം. നമ്മൾ വിചാരിക്കണം, നമ്മളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ വിചാരിക്കണം. ഒറ്റയ്ക്ക് ഒരാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇന്നൊരു സമൂഹമായിട്ട് നമുക്ക് വർക്ക് ചെയ്താൽ, കേരള മലയാളികൾ വിചാരിച്ചാൽ എല്ലാം ചെയ്യാൻ കഴിവുള്ളവരാ. പ്രളയം വന്നപ്പോൾ നമ്മൾ ഒരൊറ്റക്കെട്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് കണ്ടവരാ. അതേസമയം ആ പോസിറ്റീവായിട്ടൊരു തോട്ട് നമുക്ക് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ അറിവ് ഷെയർ ചെയ്യുക, അങ്ങോട്ടേക്ക് കൊടുക്കുക. നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിച്ചൂടെ, ഒരു തോട്ടം ക്രിയേറ്റ് ചെയ്തൂടെ, നമുക്കൊരു ജൈവ കൃഷിയെ കുറിച്ച് ചിന്തിച്ചൂടെ. നമുക്ക് ഗ്രാന്റുകളൊക്കെ ഉണ്ട്, സർക്കാരിൽ നിന്ന് ഗ്രാന്റുകളെല്ലാം ഉണ്ട് ജൈവ കൃഷി നടത്താനുള്ള രീതിയിലേക്കുള്ള ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിയൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ ഉള്ള തോട്ടിലേക്ക് വന്നാലും മെല്ലെ 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 നമുക്ക് ഇതിനെ തിരിച്ചു പിടിക്കാം എന്നുള്ളതാണ് എനിക്ക് ഇതിനോട് പറയാനുള്ളത്. ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞോട്ടെ. ഇന്നത്തെ ദിവസം ഈ ഭൂമിക്ക് ഒട്ടും ആവശ്യമില്ലാത്തൊരു സംഭവമാണ് മനുഷ്യന്മാര്. മനുഷ്യര് ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ ഈ ഭൂമിക്കൊന്നും പറ്റൂല. മനുഷ്യര് ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ ഭൂമിയിലെ ആവാസ വ്യവസ്ഥകളും നശിച്ചുകൊണ്ട് ഇരിക്കും. ഈ ഭൂമിക്ക് ഒട്ടും ആവശ്യമില്ലാത്ത ഒരു വസ്തുവാണ് മനുഷ്യർ. കറക്റ്റാണോ സാറേ? കേക്കണ സാറേ? കേൾക്കുന്നില്ല. ബിദുൻ കേൾക്കുന്നില്ല. കേട്ടില്ല.
ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. ഒന്നും കേട്ടില്ല. ഒന്നും കൂടെ ഞാൻ പറഞ്ഞ പോയിന്റ്, നമ്മുടെ ഭൂമിയില് തിരിച്ച് ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. അപ്പൊ അത് തിരിച്ചു വരും. അപ്പൊ ഞാൻ അത് പറഞ്ഞതാണ്. എക്കോ സ്പിരിച്വാലിറ്റിയും എക്കോളജിയെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കണം. എക്കോ സൈക്കോളജി, മനുഷ്യന് ഹ്യൂമൻ സൈക്കോളജി ഉള്ളതുപോലെ തന്നെ പ്രകൃതിക്ക് ഒരു സൈക്കോളജി ഉണ്ട്. ആ സൈക്കോളജിയെ തിരിച്ചറിഞ്ഞ് അതിനെ ആ റിതമുണ്ട്, ഒരു താളക്രമമുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പണ്ടുള്ളവർക്ക് അത് ഉണ്ടായിരുന്ന താളം. കൃഷിയായിരുന്നു നമ്മുടെ പൂർവികർ ചെയ്തിരുന്നത്. നമ്മൾ കൃഷി മറന്നു, എവിടെയോ മറന്നു. പ്രൈമറി സെക്ടർ നമ്മുടെ രാജ്യത്തിന്റെ പ്രൈമറി വ്യവസായം കൃഷി തന്നെയാണ്. ഒരിക്കലും മറക്കാൻ പാടില്ല. ഈ പാക്കറ്റ് ഫുഡിന് വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൃഷിയെ മറന്ന് ഇങ്ങനെ പാക്കറ്റിലല്ല ഫുഡ് കഴിക്കേണ്ടത്. അതിനെ ഓർഗാനിക് ആയിട്ട് കഴിക്കേണ്ടത്. അത് കഴിച്ചിട്ട് ബാക്കി സൂപ്പർ മാർക്കറ്റ് വെച്ചോളൂ, അത് തെറ്റില്ല. പക്ഷെ നമ്മള് എവിടെയോ എല്ലാം വ്യവസായമാക്കിയപ്പോ ഫുഡും വ്യവസായമായി പോയി. അതും ഒരു വ്യവസായം ചെയ്തപ്പം അതിനകത്ത് സ്ക്രൂട്ടിനി കുറഞ്ഞുപോയി, മോണിറ്ററിങ് കുറഞ്ഞുപോയി, ഇവാലുവേഷൻ കുറഞ്ഞുപോയി. അതിനെ കൃത്യമായി നല്ലൊരു ഫുഡ് ഇൻസ്പെക്ടർ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ രാജ്യം നന്നാവും. കുറച്ചൊക്കെ നടക്കുന്നുണ്ട്. ഇനി ജനത്തിൽ നിന്ന് വരേണ്ടത് ഇതിലേക്ക് പ്രകൃതിയെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ചിന്ത വരണം. പക്ഷെ നമ്മൾ മനുഷ്യന്മാര് തന്നെയാണ് ഭൂമിക്ക് കേടുണ്ടാക്കുന്നത്. മറ്റൊരു ജീവജാലവും ഭൂമിക്ക് കേടുണ്ടാക്കുന്നില്ല. മറ്റൊരു ജീവജാലവും പക്ഷി മൃഗാദികളോ മറ്റു ഇഴജന്തുക്കളോ ഒന്നും ഭൂമിക്ക് ഒരു കേടുണ്ടാക്കുന്നില്ല. മനുഷ്യൻ മാത്രമേ കേടുണ്ടാക്കൂ എന്നുള്ളത് ശരി തന്നെയാണ് പറഞ്ഞത്. അപ്പൊ അത് നമ്മൾ കൂട്ടായ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അലയടിക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ജൂൺ 11 ഗ്ലോബൽ വെൽനസ് ഡേ ആയിട്ട് ആചരിക്കുക. ഗ്ലോബൽ വെൽനസ് ഡേ ആഗോള തലത്തിൽ ഈ ഹോളിസ്റ്റിക് ഹെൽത്തിനെ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഡേ ആണ്. അത് ഞാൻ ഇന്ന് ഒന്നും കൂടെ ഓർക്കുന്നു. നമ്മൾ ജൂൺ 5 പ്രധാനപ്പെട്ട ഒരു ഡേ ആണ്, പരിസ്ഥിതി ദിനമാണ്. ഈ പരിസ്ഥിതി ദിനത്തിന്റെ ഇന്നത്തെ ദിവസം നമ്മൾ ചിലപ്പോൾ വൃക്ഷം നട്ടിട്ടുണ്ടാവും. നിർത്താൻ പാടില്ല. നമുക്ക് എപ്പോഴൊക്കെ വൃക്ഷം നടാൻ പറ്റുമോ അപ്പോഴൊക്കെ നടുക. എനിക്ക് വളരെ സങ്കടം തോന്നിയിട്ടുണ്ട്. ഈ റോഡ് വികസനത്തിന്റെ ഭാഗമായിട്ട് റോഡിന്റെ സൈഡിൽ നിൽക്കുന്ന വലിയ ആല് മുറിച്ച് കളയുമ്പോൾ എനിക്ക് വല്ലാണ്ട് എന്റെ ഉള്ളിൽ തേങ്ങലായിട്ടുണ്ട്. കാരണം അങ്ങനെ പൊളിച്ച് കളയുന്ന ഒരു ദാക്ഷിണ്യം നമ്മൾ ഗവൺമെന്റും അങ്ങനെ കാണിക്കുന്നില്ല. അതേസമയം ജപ്പാൻ എന്താ ചെയ്യുക? അവരതിനെ പ്ലക്ക് ചെയ്തിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി നാട്ടും. കാരണം അങ്ങനെ ഒരു സാധനം വളർന്നു വരാൻ അവൻ തരുന്ന ഓക്സിജനും അവൻ ക്ലിയർ ആക്കുന്ന എയറിനെ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ ഒരു ആൽമരം ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വികസനത്തിന്റെ പേര് ഇതിനെയൊക്കെ ഇങ്ങനെ കാണാതെ ഇങ്ങനെ അടിച്ച് തകർത്ത് വെട്ടി നികത്തി അങ്ങ് പോയിട്ട് കാര്യമില്ല. അപ്പൊ അത് ഇവിടെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വികസന ക്രമത്തിലേക്ക് നമ്മൾ ജനത്തിൽ നിന്നും ഒക്കെ ഉള്ള ഒരു ചിന്ത വരണം. അപ്പോഴാണ് ഹോളിസ്റ്റിക് ഹെൽത്ത് പൂർണ്ണമാവൂ എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ പോയിന്റ്. അല്ലാതെ കേവലം തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് ഹോളിസ്റ്റിക് ഹെൽത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. താങ്ക് യു സർ. ഹലോ സാർ, വെരി ഗുഡ് ക്ലാസ് ആയിരുന്നു. പുതിയ സബ്സ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറയുന്ന ഒരു തരത്തില് കുറെ ചാറ്റ് ബോക്സിൽ നമ്പർ ഇട്ടോളൂ. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറഞ്ഞ ഒരു സെറ്റ് ഓഫ് മെഡിസിൻസ് ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണല്ലോ. അതൊരു പോസിറ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ? ബിദിൻ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാൻ നമ്പർ ടൈപ്പ് ചെയ്യുന്നു. അതിനൊരു സാധ്യതയുണ്ട്. പക്ഷെ അതിന്റെ ഒരു സാധ്യത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സോയിലിന്റെ പോഷണം വെറും 10% ഉള്ളൂ. നമ്മുടെ സോയിലിന്റെ ആഗോളതലത്തിൽ ഭൂമിയുടെ ജൈവാംശം 10% ഇപ്പൊ ഉള്ളൂ. ഇതൊരു റിയൽ കണക്കാണ്. ഈ 10% അത് ശരിക്കും പറയുന്നത് ഒരു കണക്ക് പറയേണ്ടത് ഞാനൊന്ന് റേഷ്യോ പറയാം. 3 മുതൽ 6% ജൈവാംശം മണ്ണിൽ ഉണ്ടാവണം എന്നാണ്. 3 മുതൽ 6% ജൈവാംശം മണ്ണിലുണ്ട്. വിളയിച്ചെടുത്താൽ ഓക്കെ, ബെസ്റ്റ് ഫുഡ്, ഐഡിയൽ ഫുഡ്. ഇന്ന് ഉള്ളത് യൂറോപ്പിലൊക്കെ സംഭവിക്കുന്നത് വെച്ചാൽ 1% ജൈവാംശമുള്ളൂ. ഇന്ത്യയിൽ വന്നാൽ 62% ഇന്ത്യൻ മണ്ണ്, 62% ഇന്ത്യൻ മണ്ണ് 0.5% മാത്രമേ പോഷണം ഉള്ളൂ മണ്ണില്. ആ മണ്ണിലാണ് വിളയിച്ചെടുക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ സപ്ലിമെന്റ് ആയാൽ പോലും ആ മണ്ണിൽ വിളയിക്കുന്ന സപ്ലിമെന്റ്, പക്ഷെ സപ്ലിമെന്റ് എടുക്കണം. കാരണം കുർക്കുമിൻ പോലുള്ള ടാബ്ലറ്റുകൾ നമ്മൾ അഡീഷണൽ സപ്ലിമെന്റ്സ് കൊടുക്കണം. പക്ഷെ ഈ ഫാക്ടർ കൂടെ നമ്മൾ കാണണം. സോയിലിന്റെ ഹെൽത്ത് വളരെ പ്രധാന ഘടകമാണ്. ഓർഗാനിക് ആവണം മണ്ണ്. ആ ഓർഗാനിക് മണ്ണിൽ നിന്ന് വിളയിക്കുമ്പോഴാണ് ശരിയായ ഫുഡ് ഇവോൾവ് ചെയ്ത് വരുന്നുള്ള എനിക്ക് പറയാനുള്ളത്. സപ്ലിമെന്റ്സ് എടുക്കണം. ഈ കാൽസ്യം അബ്സോർബ് ചെയ്യാത്തവർക്ക് കാൽസ്യം എടുക്കാം. പക്ഷേ നേരത്തെ ഒരു ചോദിച്ചു, കാൽസ്യം എടുക്കുമ്പോൾ വേറൊരു അഡ്വേഴ്സ് എഫക്ട് വരുവാണെങ്കിൽ
എന്താ പറയാ ഒമേഗ 396 എന്ന് പറഞ്ഞിട്ട് ഫാറ്റി ആസിഡ് ഉണ്ട്. ഈ ഒമേഗ 369 അത് നല്ലൊരു നമ്പർ ആണ് കേട്ടോ. നമ്മുടെ ഫിലിം സ്റ്റാർ, എനിക്ക് തോന്നുന്നു മമ്മൂട്ടി അറിഞ്ഞിട്ട് നമ്പർ ആണ് തോന്നുന്നു. മമ്മൂട്ടിയുടെ കാറിന്റെ നമ്പർ 369, അത് ഒമേഗ 369 എന്നുള്ളതാണ്. ഒമേഗ 3, ഒമേഗ 6, ഒമേഗ 9. ഇത് ഒരു ശരീരത്തിന് വേണ്ട ഒരു സംഗതിയാണ്. ഈ സാധനം വെജിറ്റബിളും ഉണ്ട്, നോൺ വെജിറ്റബിളും ഉണ്ട്. അപ്പൊ ഈ നോൺ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളതുകൊണ്ട് പ്രോട്ടീൻ ഇല്ലാത്ത കണ്ടന്റ്. അപ്പൊ പ്രോട്ടീൻ ഇല്ലാത്ത ചില ആൾക്കാർക്ക് പ്രോട്ടീൻ പ്രശ്നം ഉണ്ടാകും, സ്റ്റോൺ ക്രിയേറ്റ് ചെയ്യും, നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ സ്റ്റോൺ ക്രിയേറ്റ് ചെയ്യുന്നുള്ളവർ എന്ത് ചെയ്യണം? പ്രോട്ടീൻ ഇല്ലാതെ ആ സപ്ലിമെന്റ് എടുക്കണം. അത് കഴിഞ്ഞ് കൺട്രോൾ ചെയ്തതിന് ശേഷം പ്രോട്ടീൻ എടുക്കാം എന്നുള്ളതാണ്. അപ്പൊ പേഴ്സണലൈസ്ഡ് ആയിട്ടായിരിക്കണം, വ്യക്തിഗതമായിട്ട് വേണം സപ്ലിമെന്റ്സ് എടുക്കാൻ. പേഴ്സണലൈസ്ഡ് ഹെൽത്ത് കെയർ ആയിരിക്കണം നടത്തേണ്ടത്. റെഡിമെയ്ഡ്, ടൈലർ മെയ്ഡ് എല്ലാവർക്കും നിങ്ങൾ വിറ്റാമിൻ സി കഴിച്ചോ അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ അങ്ങനെ അല്ല എടുക്കേണ്ടത്. ഓരോ വ്യക്തിക്കും എന്താണോ കുറവ് അത് അസസ് ചെയ്ത് മോണിറ്റർ ചെയ്ത് ഡയഗ്നോസ് ചെയ്ത് കണ്ടെത്തിയതിന് ശേഷമാണ് ആ സപ്ലിമെന്റ് കൊടുക്കണം. അപ്പോഴേ അത് കറക്റ്റ് ആയിട്ട് ഫലിക്കുകയുള്ളൂ. അപ്പോഴും നമ്മുടെ സോയിലിന്റെ ഹെൽത്ത് കൂടി നമ്മൾ പരിഗണിക്കണം. ഭാവിയിൽ നമ്മൾ അങ്ങനെ ചിന്ത നമ്മൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ്. താങ്ക് യു. സാറേ, ഈ ഒമേഗ 3 എന്നൊക്കെ പറഞ്ഞ ഈ സിറപ്പുകൾ ഇപ്പൊ അവൈലബിൾ ആണ് തോന്നുന്നുണ്ട് അല്ലെ? ഉണ്ട്. ഒമേഗ 3യുടെ സപ്ലിമെന്റ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാനിപ്പോ സാറ് പറഞ്ഞപ്പോ ഇങ്ങനെ നോക്കുകയായിരുന്നു. ഒമേഗ വന്നിട്ട് അവര് പറയുന്നത് ഇത് അത്രയും നല്ല ഒരു ഇതാണ്. ഒമേഗ 3 പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അതെ, ചണത്തിന്റെ ആണ്, അത് വേണ്ടതാണ്. അതേപോലെ നമുക്ക് ഒലിവ് ഓയിൽ എടുക്കാം, നമ്മുടെ വിർജിൻ ഓയിൽ. നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ നാട്ടിന്റെ നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴികയിടങ്ങഴി മണ്ണുണ്ടോ എന്ന് ഗ്രഹാതുരത്വത്തോടെ കവി പാടിയ നാട്ടിൽ ജീവിക്കുന്ന മലയാളി നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു ഫ്രൂട്ടാണ് തേങ്ങ. ഈ തേങ്ങയിൽ ഒരുപാട് ഗുണഗണങ്ങളുണ്ട്. ലോറിക് ആസിഡ് ഉണ്ട്, എക്സ്ട്രാ വിർജിൻ. ആ ലോറിക് ആസിഡ് കുടിക്കാം. അത് നേരെ ആ എണ്ണയ്ക്ക് കട്ടി ഉണ്ടാവില്ല. അതിന് വളരെ ലൈറ്റ് ആയിട്ടുള്ള എണ്ണ ആയിരിക്കും. എക്സ്ട്രാ പച്ച തേങ്ങ ആട്ടിയെടുക്കുന്നതാണ്. അത് എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ ലോറിക് ആസിഡ് ശരീരത്തിൽ കിട്ടും. അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യും, പ്രതിരോധ ശക്തി ബൂസ്റ്റ് ചെയ്യുന്ന സാധനമാണ്. കുട്ടിക്ക് മുലപ്പാൽ കുടിക്കുന്ന കുട്ടിക്ക് കിട്ടുന്ന ആ പവർ ആ ശരീരത്തിലേക്ക് കൊടുക്കുന്ന സാധനമാണ് ഈ ലോറിക് ആസിഡ്. നമ്മൾ വെറുതെ ശരീരത്തിൽ പുരട്ടാം, മസാജ് ചെയ്യുന്നതിന് വേണ്ടി അത് ഉപയോഗിക്കാം, വളരെ സാധ്യതകൾ. അതേപോലെ തന്നെ മഞ്ഞളിന്റെ കുറുക്കുമിൻ എന്ന് പറയുന്നത് ഹൈ ആന്റി ഓക്സിഡന്റ്, ഹൈ ഇൻഫ്ലമേറ്ററി ആണ്. അതുപോലെ ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. ഒരുപാട് ആന്റി ബാക്ടീരിയൽ, ആന്റി വൈറൽ, ആന്റി ക്യാൻസറസ്, ഒരുപാട് ഗുണഗണങ്ങളുള്ള സാധനമാണ് കുറുക്കുമിൻ. റിയൽ കുറുക്കുമിൻ കഴിക്കണം. പക്ഷെ ഓർഗാനിക് മഞ്ഞളിൽ നിന്ന് എടുത്ത് റിയൽ ആണെന്ന്, സോഴ്സ് റിയൽ ആണെന്ന് ഉറപ്പുവരുത്തി നല്ല സോഴ്സ് ഉള്ള സാധനം നിങ്ങൾ കഴിച്ചോളാം. ഒരു പ്രശ്നമല്ല. മുട്ടായി കിട്ടുമെങ്കിൽ വാങ്ങിച്ചു കഴിച്ചോളുക. അതിന്റെ ടാബ്ലറ്റ്, സപ്ലിമെന്റ്സ്, ന്യൂട്രീഷൻ കിട്ടണമെങ്കിൽ വെറുതെ കഴിക്കാം. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ ബെസ്റ്റ് ആണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ കൊടുക്കാം. അപ്പൊ അത് കണ്ടറിഞ്ഞ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ തെറാപ്പികളെ മനസ്സിലാക്കുക. ഡ്രഗ്ലെസ് ആയിട്ടുള്ള ഒരുപാട് തെറാപ്പികളുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എല്ലാവരും അത്യാവശ്യം ഒരു ബേസിക് അക്യുപങ്ചർ, സുജോക്കൊക്കെ പഠിച്ചിരിക്കുക. കെമിക്കൽ ഇല്ലാണ്ട് ജീവിച്ചു പോകാം. സാറായിരുന്നു സാർ. അതെ, അത് നല്ല മാഡം പറഞ്ഞ ശരിയാണ്. നല്ല സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു വീട്ടിൽ ഒരാള് ആൾട്ടർനേറ്റീവ് തെറാപ്പിസ്റ്റ് ആയിട്ട് ഉണ്ടാവണം. കേരളത്തിൽ ഒരു കുടുംബത്തിൽ ഒരാള്, ഞാനൊക്കെ നമ്മുടെ ഒരു ജീവിത ലക്ഷ്യമായിട്ട് ഏറ്റെടുത്തിരിക്കുന്ന ഒരു കർമ്മമാണ്, ഒരാൾ കുടുംബത്തിൽ ഒരു ആൾട്ടർനേറ്റീവ് തെറാപ്പിസ്റ്റ് ഉണ്ടാവണം. അപ്പൊ അതിലേക്ക് സ്കിൽഫുൾ ആയിട്ടുള്ള ആൾക്കാർ നാട്ടിലില്ല. ഇപ്പോ ഇന്ത്യയില് ജനുവരിയിൽ ഒരു ലിങ്ക്ഡിൻ ഒരു സർവേ നടത്തി. നമ്മൾ ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അതില് രാജ്യത്തെ ട്രെൻഡിങ് പ്രൊഫഷൻ 15 ട്രെൻഡിങ് ആയിട്ടുള്ള ഇനി വരാൻ പോകുന്ന കാലത്ത് തൊഴിൽ മേഖല വരുന്നതിൽ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് വെൽനസ് സ്പെഷ്യലിസ്റ്റ് ആണ്. ആ വെൽനസ് സ്പെഷ്യലിസ്റ്റിന്റെ വ്യത്യസ്തമായ റേഞ്ച് ആണ്. ഹോളിസ്റ്റിക് ഹെൽത്ത് പ്രാക്ടീഷണർ, ഓൾട്ടർനേറ്റീവ് തെറാപ്പിസ്റ്റ്, വെൽനസ് സ്പെഷ്യലിസ്റ്റ്, ലൈഫ് സ്റ്റൈൽ കൺസൾട്ടന്റ്, ലൈഫ് സ്റ്റൈൽ കോച്ച്. ഇങ്ങനത്തെ ആൾക്കാര് ഈ നാട്ടിൽ ആകമാനം ഉണ്ടാകണം. വലിയ സാധ്യതയുള്ള ഒരു കോഴ്സാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം കിട്ടി അത് പഠിക്കുക. ഹോളിസം, ഇതുപോലുള്ള സുജോക്ക്, റിഫ്ലക്സോളജി, അക്യുപ്രഷർ, അക്യുപങ്ചർ, യോഗ, ഹിജാമ, കപ്പിംഗ് തെറാപ്പി, കൈറോപ്രാക്ടിക്, മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ്,
ഇങ്ങനെ ഒട്ടനവധി റൈക്കി, പ്രാണിക് ഹീലിംഗ്, ഈ എനർജി വേൾഡ് ട്രിഗർ ചെയ്യുന്ന ഊർജ്ജ ശരീരത്തെ, സൂക്ഷ്മ ശരീരത്തെയും കാരണ ശരീരത്തെയും ടച്ച് ചെയ്യുന്ന തെറാപ്പികളുണ്ട്. അതിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരുവിധം നമുക്കൊരു സന്തുലിതമായ ആരോഗ്യത്തിലേക്ക് നമുക്ക് മെല്ലെ മെല്ലെ നടന്നെടുക്കാം. സമഗ്രമായ ആരോഗ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു. വേറെ ആരെങ്കിലും പറയാത്തൊരു എന്തെങ്കിലും ഇന്ററാക്ട് ചെയ്യാനുണ്ടോ? റോയ് സാർ പറയും. മിഥുൻ സാറേ, ഈ ഹോളിസ്റ്റിക് ഹെൽത്ത് എന്താണ് എന്ന് സാറ് നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്ന കൂട്ടത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടമായി എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഈ ടോക്സിൻ എൻവറോൺമെൻറ്റിൻ്റെ കാര്യം. അത് നേരെയാക്കുക എന്ന് പറഞ്ഞാണ് നമ്മുടെ ഏറ്റവും പ്രാഥമികമായ ഒരു കാര്യം. സാറേ സൗണ്ട് പോയി. റോയ് സാറേ സൗണ്ട് കേൾക്കുന്നില്ല. ഹലോ സാർ, കേൾക്കാവോ സാറേ? ഇപ്പം കേൾക്കാവോ? ഒന്നും കേൾക്കുന്നില്ല, ഇടക്കിടക്ക് കണക്ഷൻ പോവുക. മനുഷ്യന് സ്വയം ബോധവൽക്കരണം വേണം. ഈ വഴിയിലൊക്കെ തുപ്പിട്ട് നടന്നും മൊത്തം അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം. എന്നാലേ നമ്മൾക്ക് ഭൂമിനെ ശരിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അല്ല, നല്ല ക്ലാസ് ആയിരുന്നു ബിദുൻ സാർ. താങ്ക് യു. നമ്മൾ പഠിക്കേണ്ടത് മണ്ണിനെ രക്ഷിക്കൂ, ശരീരത്തെ രക്ഷിക്കൂ. മുദ്രാവാക്യം നമ്മളത് കൊണ്ടുവരണം. മണ്ണിനെ രക്ഷിക്കൂ, ശരീരത്തെ രക്ഷിക്കൂ. അല്ലെങ്കിൽ മണ്ണിനും മനുഷ്യനും വേണ്ടി വികസനത്തിന് ഒരു തിരുത്ത് എന്നൊക്കെ നമ്മൾ പുതിയ മുദ്രാവാക്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. സോഷ്യൽ മൂവ്മെന്റ് ആയിട്ട് വരട്ടെ. മണ്ണും മനുഷ്യനും ഒരേ സാധനമാണ്. മണ്ണിലുള്ള അതേ എലമെന്റ് ആണ് മനുഷ്യ ശരീരം എടുത്ത് ലാബിൽ കൊണ്ട് ചെക്ക് ചെയ്ത മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ഓരോ ജൈവാംശമാണ് ശരീരം. പഞ്ചഭൂതം മണ്ണിലുണ്ട്. അതേ പഞ്ചഭൂതം വായുവിലും മണ്ണിലും അഗ്നിയിലും ജലത്തിലും ആകാശത്തിലും ഇതെല്ലാം ചേർന്ന എലമെന്റ് തന്നെയാണ് ഈ ഓരോ ജീവനും. അപ്പൊ അതിന്റെ താളം തെറ്റുമ്പോഴാണ് ഡിസീസ് ആവുന്നത്. ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ ഊർജ്ജ ചികിത്സകളാണ് പഠിക്കാം. പക്ഷെ ഒപ്പം ഈ നമ്മളെല്ലാം ട്രീറ്റ് ചെയ്തിട്ട് മലിനമായ ഒരു ജീവിതം ശുദ്ധമില്ലാത്ത രീതിയിൽ ജീവിച്ചിട്ട് നമ്മൾ മരുന്ന് മാത്രം കഴിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ആവാസ വ്യവസ്ഥയെ ശുചിയാവണം, വൃത്തിയാവണം. ചുറ്റും ഈ പറഞ്ഞ രൂപത്തിലുള്ള കാര്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്യണം. അതിന് പറഞ്ഞ കണക്ക് കൂട്ടായ പരിശ്രമം വേണം. കൃഷിയിലേക്ക് നമ്മൾ തിരിയണം. കഴിയുന്ന പോലെ കൃഷിയിലേക്ക് തിരിയണം എന്നൊക്കെ ഉള്ളതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ശരിയായ ബോധവൽക്കരണം തന്നെ വേണം സാറേ. സാറ് ഇറങ്ങി തിരിച്ചതുപോലെയുള്ള അതിന് സന്നദ്ധരായിട്ടുള്ള ആൾക്കാർ ഇറങ്ങി വന്നാൽ മാത്രമേ ആൾക്കാർ ഇതാവുള്ളൂ. പിന്നെ കമ്മ്യൂണിറ്റി ബേസ് അല്ലാണ്ട് ഇൻഡിവിജ്വലായിട്ട് ഒന്നും ചെയ്യാനും പറ്റത്തില്ല. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ എന്നെ കേൾക്കാവോ സാർ? ഹലോ, കേൾക്കാവോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ സാർ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഓക്സിഡേഷൻ്റെ കാര്യങ്ങളും മറ്റ് കെമിക്കൽസിൻ്റെ ഇൻഫ്ലുവൻസും മാത്രമല്ല, ഇപ്പോൾ കാൽസ്യം പോലെയുള്ള ഇല്ലാതെ വരുന്നു എന്ന് പറയുന്നത് കാൽസ്യം മാത്രം കഴിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. അത് ജനറലായിട്ട് ഈ മറ്റ് ഭക്ഷണത്തിലൂടെ വരണാലല്ലേ കൂടുതൽ പ്രയോജനം ചെയ്യുള്ളൂ. അല്ലാണ്ട് കാൽസ്യം മാത്രം കഴിച്ചാൽ സാറ് തന്നെ പറഞ്ഞല്ലോ മറ്റ് ദോഷങ്ങൾ വരാനുണ്ടെന്ന് കാൽസ്യം മാത്രമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ ഓൺലൈൻ മീഡിയ ഒക്കെ വന്നപ്പോഴത്തേക്കും ഈ പറയുന്ന ഇതിനുള്ള മരുന്നുകളുടെ ബിസിനസ്സാണ് അധികവും നടക്കുന്നത്. അപ്പോൾ സാറ് എടുത്തതുപോലെയുള്ള സമഗ്രമായിട്ടുള്ള ഒരു ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള ഈ പരിസ്ഥിതിയുടെ കാര്യങ്ങളും അതിൻ്റെ കാര്യങ്ങളും എല്ലാം ബോധവൽക്കരിച്ചതിന് ശേഷം മാത്രമേ ഈ കാര്യങ്ങളിലേക്ക് കമ്മ്യൂണിറ്റി ബേസിലായാലും ഗ്രൂപ്പായിട്ടും ആൾക്കാർ ഇറങ്ങി വരികയുള്ളൂ. ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് ഡോൺ കെയർ ആയിട്ട് പോവുകയുള്ളൂ. അപ്പോൾ ഏതായാലും സാറിൻ്റെ ഈ ക്ലാസ് കാര്യം ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഒത്തിരി അവിടെ ഇവിടെയൊക്കെ പല കാര്യങ്ങൾ എന്നെ ശരിക്കും സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് സാറ് പറഞ്ഞതിനകത്ത്. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഗ്രൂപ്പായിട്ടുള്ള ഒരു ശ്രമം നടത്തുകയല്ലാതെ അതിന് ഒരു സാറിനെ പോലെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അവരുടെ പ്രസൻസ് കൊണ്ട് ഒരു കമ്മ്യൂണിറ്റി ബേസിൽ ചില ക്ലാസ്സുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടി ആൾക്കാർ അതുപോലെ ഇതിൽ സ്വാധീനിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നു. അതല്ലാണ്ട് അതില് ഞാൻ ചെയ്ത ഒരു കാര്യം പറയാം.
ഇപ്പൊ ഞാനൊരു വർക്ക് ചെയ്തത് എന്താന്ന് വെച്ചാൽ കണ്ണൂര് KAP കേരള ആംഡ് പോലീസ് ബറ്റാലിയൻ 4ാം ബറ്റാലിയൻ കണ്ണൂരുണ്ട്. ഓക്കെ, അവിടെ ഞാന് കമാൻഡന്റിനെ പോയി കണ്ടു, ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനെ പോയി കണ്ടിട്ട്, സാർ ഹോളിസ്റ്റിക് ഹെൽത്തിന് വേണ്ടിയിട്ട് യോഗ ഇതുപോലുള്ള തെറാപ്പികളെ പരിചയപ്പെടുത്താൻ നിങ്ങളെ ബറ്റാലിയന് ഒരു ട്രെയിനിങ് തരാം, ഞങ്ങൾ റെഡിയാണ് എന്ന് പറഞ്ഞപ്പോൾ ആ സാർ അപ്പോഴേ അപ്രൂവൽ നൽകി. നിങ്ങൾ ചെയ്തു എന്നാണ്. അപ്പൊ നമ്മൾ ഇറങ്ങി. അപ്പൊ നമുക്ക് 16-ാം തീയതി ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. മെയ് 16-ന് 7 മുതൽ വെളുപ്പിന് 7 മുതൽ 9 മണി വരെ ഒരു 250-300 പോലീസ് ട്രെയിനിങ്, നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ പോകുന്ന പോലീസിനാണ് ഞങ്ങൾ സെഷൻ കൊടുക്കാൻ പോകുന്നത്. അപ്പം ഇതുമാതിരി നിങ്ങൾക്ക് സ്കൂളുകളിൽ കയറാൻ കഴിയുമോ, ടീച്ചേഴ്സ് കമ്മ്യൂണിറ്റിയിൽ കയറാൻ കഴിയുമോ, യോഗ എങ്ങനെ വ്യാപിക്കാൻ, അതിന് വേണ്ട സപ്പോർട്ട് ഞാൻ വേണമെങ്കിൽ എന്നെ വിളിക്കാം, ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് തരാം. അപ്പൊ അത് ഒരു കമ്മ്യൂണിറ്റി വരണം. അങ്ങനെ ആവശ്യപ്പെട്ട് ഉള്ള ആൾക്കാർ മുന്നോട്ട് വന്നാൽ നമുക്ക് മെല്ലെ മെല്ലെ അവയർനെസ് കൊടുക്കണം. നേരത്തെ ഒരാൾ കൃത്യമായി പറയും, നല്ല അവബോധം വേണം. അവബോധം വളരെ കുറവാണ് ഈ മേഖലയിൽ. അപ്പം ഇങ്ങനെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നമ്മൾ ജീവിതത്തിൽ പാലിച്ചാൽ നമുക്ക് നമ്മുടെ കേരളത്തെയും നമ്മുടെ മണ്ണിനെയും തിരിച്ചു പിടിക്കാൻ വലിയ സാധ്യത അനന്തമാണ്. ഇനി അതും പ്രകൃതിയെ തിരിച്ചു വരും. അതിനെ നമ്മളൊന്ന് ശ്രമിച്ച് സഹായിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ റോയ് സാർ പറഞ്ഞത് കാൽസ്യം, സാറെ ഹെൽത്തി ആയിട്ട് ഒരാൾക്ക് കാൽസ്യം ടാബ്ലറ്റ് കഴിക്കാം, ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് ആണ്, അത് മെഡിക്കൽ സ്റ്റോറിലെ മരുന്നല്ല. പക്ഷേ കിഡ്നി സ്റ്റോൺ ഉള്ള ഒരാൾക്കാണെങ്കിലാണ് ഈ പ്രശ്നം വരുന്നത്. അത് ആളെ ഡിസീസ്ഡ് ആയിപ്പോയി. അപ്പൊ പിന്നെ അതിന് മരുന്ന് കഴിച്ച് ക്ലിയർ ആക്കിയിട്ട് മാത്രമേ അത് ടാബ്ലറ്റ് ഒക്കെ എടുക്കാവൂ മറ്റും. അപ്പൊ അതാ ഞാൻ പറയുന്നത്, രണ്ട് തിരിച്ച് മനസ്സിലാക്കണം. ആരോഗ്യമുള്ള ഒരാള് ഡെഫിഷ്യൻസി പോകാതിരിക്കാനാണ് സപ്ലിമെന്റ്സ് എടുക്കേണ്ടത്. ആരോഗ്യമുള്ള ഒരാള് ഈ പറയുന്ന മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, സൂക്ഷ്മ അംശങ്ങൾ. ഈ സൂക്ഷ്മ അംശങ്ങൾ എനിക്ക് തോന്നുന്നു നാളത്തെ ക്ലാസ് കുറച്ചുകൂടി നിങ്ങൾ കേൾക്കുമ്പോൾ മണ്ണിന്റെ സൂക്ഷ്മാംശം, ശരീരത്തിന്റെ സൂക്ഷ്മാംശത്തെ കുറിച്ചായിരിക്കും നാളെ പറയണമെന്ന് തോന്നുന്നു. ആ മണ്ണിന്റെ സൂക്ഷ്മാംശം എന്ന് എങ്ങനെയാ സംഭവിക്കുന്നത്? മണ്ണിര ഉണ്ട്, മണ്ണിര ഒരു പ്രോസസ്സ് നടത്തിയിട്ട് നമ്മുടെ ചെടി ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം നടത്തുന്നുണ്ട്. വലിയ പ്രോസസ്സാണ്. ആ പ്രോസസ്സ് നടത്താൻ എക്സ്റ്റേണൽ ആയിട്ട് ട്രിഗർ മണ്ണിന്റെ ജൈവാംശം താഴേന്ന് കിട്ടിയാൽ മാത്രമേ കൃത്യമായിട്ട് ആ ഫോട്ടോസിന്തസിന്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. ഇവിടെ ഇപ്പം കുറെയൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫുഡ് കൾച്ചർ തെറ്റിപ്പോയിട്ടുണ്ട്, ഫുഡ് ഫാമിംഗ് കൾച്ചർ തെറ്റിപ്പോയിട്ടുണ്ട്. അവിടെ കുറച്ച് കറക്ഷൻസ് അത്യാവശ്യമാണ് എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചതാണ്. മണ്ണിന്റെ പോഷണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ മണ്ണിന്റെ പോഷണത്തെ കൂടെ തിരിച്ചു പിടിക്കാനുള്ള തോട്ടും അവയർനെസ്സും ചിന്തയും ഓരോരുത്തർക്കും ഉണ്ടാവണം. അപ്പോഴേ നല്ല ഭക്ഷണം നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ സാറ് പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ 3 stages ഓഫ് ലൈഫ്: ഹെൽത്ത്, ഡിസീസ്, ഹെൽത്ത്, ഡെഫിഷ്യൻസി ആൻഡ് ഡിസീസ്. വീണ്ടും ഡെഫിഷ്യൻസിയിലേക്കല്ലാതെ ഹെൽത്തിലേക്ക് വരികയില്ല എന്ന് പറയുന്ന ആ ഒരു കാര്യമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പല ആൾക്കാരുടെയും ധാരണ മരുന്ന് കഴിച്ച് വീണ്ടും ഹെൽത്തി ആവാമെന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിരുന്നു. അത് ആൾക്കാർ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളായിരുന്നു. ഓക്കെ സാർ, എനിവേ ഇറ്റ് വാസ് എ വെരി വർത്തി വൺ. അത് തന്നെയല്ല, ഇപ്പോൾ 10-30 പേരോളം ഉണ്ടായിരുന്ന ഇത്ര ആൾക്കാരിലൂടെയെങ്കിലും കുറേ കാര്യങ്ങൾ മറ്റൊരാൾ കൺവേ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സാറ് പറഞ്ഞ ഇനീഷ്യലായിട്ട് പറഞ്ഞ കുറേ കാര്യങ്ങൾ ഏത് ജനറൽ പബ്ലിക്കിൻ്റെയും പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് സാറ് പറഞ്ഞത്. കഴിഞ്ഞ കാല ലൈഫ് സ്പാനിൻ്റെ കാര്യങ്ങളും അതിൻ്റെ വ്യത്യാസങ്ങൾ വന്നതൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ വളരെ ഇൻട്രൊഡക്ടറി ആയിട്ട് വളരെയധികം ആൾക്കാരെ ശ്രദ്ധിക്കുന്നതിനും സ്വാധീനിക്കുന്നതിനും ഉപകരിക്കുന്നതാണ്. എനിവേ, താങ്ക് യു സാർ, താങ്ക് യു. ഇത്രയും സാറ് സമയം കഴിച്ച ചെലവിടത്തിന് വളരെയധികം നന്ദിയുണ്ട്, വളരെയധികം അഭിനന്ദനമാണ്. ഇനി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞോണം സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മണി 9 ആയെന്ന് തോന്നുന്നു. സാറിനും പോകണമായിരിക്കും. ഓക്കെ, ഇനി ആരും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ടൈം ലേറ്റ് ആയതുകൊണ്ടായിരിക്കും. ഓക്കെ സാറേ, എന്നാൽ കൺക്ലൂഡ് ചെയ്താലോ? സാർ വല്ലതും പറയാനുണ്ടോ? ഇനി ഓക്കെ, എന്നോടാണോ? അതെ, നമുക്ക് കൺക്ലൂഡ് ചെയ്താലോ? എല്ലാവരും ഒക്കെ ആയിക്കോട്ടെ. അപ്പം എല്ലാവരും ഇതിലേക്ക് കൂടുതൽ പഠിക്കുക, മനസ്സിലാക്കുക. ഇന്നത്തെ ലോക പരിസ്ഥിതി ദിനത്തെ നമുക്കൊന്ന് സ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ സ്മരണ നിലനിർത്തി ഇന്നത്തെ ഒരു ദിവസത്തെ സ്മരണ കൊണ്ട് ഒഴിവാക്കാതെ അത് നിങ്ങളെ എല്ലാ ദിവസവും നിങ്ങളത് ചിന്തിക്കുക. എങ്ങനെ എൻ്റെ ചുറ്റുപാടിനെ
പൊള്യൂഷനിൽ നിന്ന് മാറ്റി എങ്ങനെ ശുചീകരിക്കാം, എൻ്റെ ആവാസ വ്യവസ്ഥയെ കൂടെ എങ്ങനെ ശുദ്ധിയാക്കാം, അല്ലെങ്കിൽ നല്ല ഫുഡ് എങ്ങനെ കഴിക്കാം, എന്നൊരു കൾച്ചർ എങ്ങനെ ഫോം ചെയ്യാം, കമ്മ്യൂണിറ്റി കിച്ചനോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഫാമിങ്ങോ കമ്മ്യൂണിറ്റി ഗാർഡന്റെ സാധ്യതയുണ്ടോ, പുതിയ കൂട്ടായിട്ടൊരു കൃഷി ചെയ്യാനുള്ള സാധ്യതയുണ്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതിലൂടെ നമ്മുടെ ഹെൽത്ത് വർദ്ധിക്കാൻ, ഒരു ചെടി വളർന്നു വരുന്നത് കാണുമ്പോൾ തന്നെ മാനസികമായിട്ടും മൈൻഡ്ഫുൾനെസ്സും നമുക്ക് ഉണ്ടാവുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ട് എൻഡോർഫിൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സെറോട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ. ഈ അക്യുപഞ്ചറിൽ നമ്മൾ പ്രഷർ കൊടുക്കുമ്പോൾ ബ്രെയിനിൽ നിന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ് എൻഡോർഫിൻ. ഇത് തന്നെയാണ് ഏറ്റവും നല്ല അവസ്ഥയിൽ ഒരാള് സന്തോഷത്തോടുകൂടി അവന്റെ ആത്മാവിനെ ടച്ച് ചെയ്യുന്ന പ്രവർത്തനം വരണം പുറത്ത്. അങ്ങനെ വരുമ്പോൾ കാണുമ്പോൾ ഒരാൾക്ക് ഒരു സഹായം ചെയ്താൽ തന്നെ നമുക്കറിയാതെ നമുക്ക് ഉള്ളിൽ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് ഹോർമോൺ എൻസൈം ക്രിയേറ്റ് ചെയ്യും. അത് ഹീലിംഗിലേക്ക് ബോഡീനെ ഹീൽ ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. പല അസുഖത്തിൽ നിന്ന് നമ്മളെ കറക്റ്റ് ചെയ്യും. ഫ്രീ റാഡിക്കൽസ് ഒക്കെ വൈപ്പ് ഔട്ട് ചെയ്ത് പോകും അതിലൂടെ. അപ്പൊ അങ്ങനെ അതിലേക്ക് നമ്മളെ ചിന്ത വരട്ടെ, തോട്ട് വരട്ടെ, കൂട്ടായിട്ട് നമുക്ക് ശ്രമിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്റെ കയ്യിലൊരു ഒരു 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 എന്താ പറയാ, ഒരു സർവേ ഉണ്ട്, ഞാൻ ഇട്ട് തന്നാൽ നിങ്ങളൊന്ന് ഫില്ല് ചെയ്ത് വെച്ചു സാറേ. ഓക്കെ സാർ. ഒറ്റ സെക്കൻഡ് സാറേ, ഞാനൊന്ന് നോക്കിക്കോട്ടെ. ഇതിന് വെൽനസ് ഡേയിലും കൂടെ ഒരു ക്ലാസ് എടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. എനിക്ക് അയച്ചാൽ മതി, ഞാൻ അവർക്ക് അയച്ചു കൊടുക്കാം. സർവേയുടെ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചാൽ മതി. സാറിന് അയച്ചു കൊടുത്താൽ സാറ് എല്ലാവർക്കും കോപ്പി ചെയ്യാൻ അയച്ചു. അതേപോലെ അത് ചെയ്യാം നമുക്ക് സാർ. അതേപോലെ 21-ാം തീയതി പ്ലാൻ ചെയ്യാം സാർ. യോഗ ഡേ ഉണ്ട്. അപ്പൊ അത് നല്ലൊരു യോഗ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തീർച്ചയായും പ്ലാൻ ചെയ്തോളൂ. 11-ാം തീയതി 21-ാം തീയതി അല്ലേ? അല്ല, 21-ാം തീയതി എനിക്ക് കഴിയില്ല. എനിക്ക് ബാംഗ്ലൂർ പ്രോഗ്രാം ഉണ്ട്. യോഗ ഡേ കുഴപ്പമില്ല, യോഗ മാനേജ് ചെയ്തോളാം, നമ്മൾ ചെയ്യുന്നതാണ്. 11-ാം തീയതി പറ്റുമെങ്കിൽ ചെയ്യും. അത് നമുക്ക് നോക്കാം സാർ. നമുക്ക് വെൽനസ് ഡേയില് നോക്കും ഫ്രീ ആണെങ്കിൽ പറയും. ഓക്കെ, ഞാനൊരു റോയ് സാർ അതാ ഓക്കെ സാർ പറഞ്ഞ കൺക്ലൂഡ് ചെയ്തു. ഓക്കെ, ഈ എൻവയോൺമെന്റ് ഡേയിൽ നല്ലൊരു തീരുമാനം എടുക്കുന്നതിന് നമ്മളെയൊക്കെ തയ്യാറാക്കിയ ബിന്ദു സാറിന് നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇതിൽ വിറ്റ്നസ് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. താങ്ക് യു. ഗുഡ് നൈറ്റ് ടു ഓൾ. ഞാൻ സെഷൻ സാറിന്റെ ഇതിലിട്ടേക്കാം, സ്വാബ് സാറിന്റെ ഇട്ടേക്കാം. സാറൊന്ന് ഗ്രൂപ്പ് ഷെയർ ചെയ്തിട്ട് സർവേ എടുത്തതാണ്.